അവൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസ്സോടെ ഇരുന്ന് സകല സമൃദ്ധിയും അനുഭവിക്കുക തന്നെ ചെയ്യും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും, ഇന്ന് രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ. വലിയ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ. ഇന്നലെ നമ്മൾ കേട്ട വചന ചിന്ത ഇന്നലെ നമ്മൾ കേട്ട വചന ചിന്ത അല്ലെങ്കിൽ ആ വചന ഭാഗം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കർത്താവ് വാക്കു മാറത്തില്ല, എന്റെ വിഷയം. ആമേൻ. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ദൈവസന്നിധിയിൽ ഉവ്വെന്നത്രേ. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് ആമേൻ പറയുന്ന അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവിക വചന ചിന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലകളിലൊക്കെ നമ്മൾ വലിയ ദൈവപ്രവർത്തികളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുവാനും വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാനും കർത്താവ് നമ്മളെ ഇടയാക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കും, ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ വചനത്തെ കേൾക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൂടിയിരിക്കുന്ന ഓരോ സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. വലിയ പ്രവൃത്തികളെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ ഈ തുടക്കം മുതലേ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ വലിയ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരായിക്കോട്ടെ, ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥനയോടെ ഇരുന്നാണ്. പ്രാർത്ഥന നിങ്ങളെ ക്രിസ്തു യേശുവിൽ വളർത്തുക തന്നെ ചെയ്യും. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്ന ഇടയ്ക്ക് ചോദിക്കും, സൗഖ്യമായിട്ടുള്ളവർ പറയുവാനുള്ള അവസരമുണ്ട്. ഞാൻ ഇടയ്ക്ക് ചോദിക്കും. അപ്പം നിങ്ങൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നിങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ കഴിയത്തില്ലാത്തത് അത് ചെയ്തുകൊണ്ടിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യവും സൗഖ്യമാണ്. രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല, ദാരിദ്ര്യത്തിനോ കടഭാരത്തിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ അത്ഭുതത്തിലാണ് ഇരിക്കുന്നത്. ആമേൻ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോകാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാവി എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും മാനുഷികമായിട്ടൊരു വ്യക്തിക്ക് പോലും അറിയത്തില്ല. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഈ വാക്യം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 14-ാം അധ്യായം, 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തു യേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ള കാര്യമാണ്, നമ്മളെപ്പോഴും ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കോൺഷ്യസിലല്ല നമ്മൾ ജീവിക്കുന്നത്. സ്പിരിച്വൽ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരാത്മബോധത്തിലല്ല നമ്മളെപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ നമ്മളൊരാത്മബോധത്തിലാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ അതേന്ന് തന്നെയാണ് അർത്ഥം. അതായത് നിങ്ങളിപ്പം രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് രാവിലെ ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുന്ന നിങ്ങൾ പലപ്പോഴും നമ്മൾ കുറേ കഴിയുമ്പം നമ്മൾ റേഷൻ കടയിൽ പോവും, നമ്മൾ ജോലിക്ക് പോവും, നമ്മൾ പലയിടങ്ങളിൽ പോവും, നമ്മൾ പലരെയുമായിട്ട് ബന്ധപ്പെടും, പല ആളുകളെ കാണും. അപ്പം നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ പ്രവൃത്തികളൊക്കെയും എപ്പോഴും വചനത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പ്രാർത്ഥനയുടെയോ കാര്യങ്ങൾ മാത്രമല്ല, പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടി വരും. എന്നാൽ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്, ശ്രദ്ധിച്ചോണം. നിങ്ങൾ അവിടെ എല്ലാം എപ്പോഴും നിങ്ങളുടെ അകത്തൊരു ബോധം, നമ്മൾ പലരെ വാർത്ത കേൾക്കും, പലരെയും കാണും, പലരോടും സംസാരിക്കും, പല സുഹൃത്തുക്കളും നമുക്കുണ്ട്. ഇവരൊക്കെയും പറയുന്നത് ആത്മീയ കാര്യങ്ങളെ പറ്റിയല്ല, ലോകത്തിലുള്ള പല ചിന്തകളെയും പല കാര്യങ്ങളെ പറ്റിയൊക്കെ എന്തു ചെയ്യും, പലരും ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, പോകാറുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള നിങ്ങൾ
ബൈബിൾ പറയുകയാണ്, നിങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും നിങ്ങളെ കൊണ്ട് പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം, ഞങ്ങളെപ്പോഴും ജയത്തിൻ്റെ ഉത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ജയത്തിൻ്റെ ഉത്സവമായി നടത്തുന്ന ദൈവം. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾക്ക് ജയോത്സവമുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ മാനുഷികമായിട്ട് ഇവിടെ ഭൂമി ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ടല്ലേ, നമുക്ക് സാധാരണ പല അവസ്ഥയിൽ കടന്നു പോകാറുണ്ട്, പല ജീവിത സാഹചര്യത്തിൽ കടന്നു പോകാറുണ്ട്. നമ്മൾ തന്നെ പറയാറുള്ളത് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, പഴഞ്ചൊല്ലുകളാണ്. പക്ഷേ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല. അതിൻ്റെ അർത്ഥം നീ കയറ്റത്തൂടെ പോയിട്ട് ഇറക്കത്തൂടെ കയറുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ലെന്ന് പറ. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ ശ്രദ്ധിച്ചോണം. ദൈവത്തിന് എന്നെ പറ്റിയുള്ള പ്ലാൻ, ഞാൻ താഴേക്ക് പോവുക എന്നുള്ള പ്ലാൻ ദൈവത്തിനില്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ പ്ലാനുകളിൽ ഒന്നിപ്പോലും ദൈവത്തിൻ്റെ പ്ലാൻ ഒരിക്കലും നിങ്ങളുടെ താഴ്ചയല്ല, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കുക. അതേ അർത്ഥം നമ്മൾ ഓരോ സ്റ്റെപ്പും, നമ്മൾ ഈ നട കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളൊരു നട കയറുന്നത് എങ്ങനെയാണ്? ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് പിന്നെ ഒരു സ്റ്റെപ്പ് വെക്കുവാണോ? അല്ലല്ലോ. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നടന്ന് കയറും അല്ലേ. നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ ഒരു സ്റ്റെപ്പ് പുറകോട്ട് എടുക്കുന്നു, പിന്നെ ഒരു 2 സ്റ്റെപ്പ് മുഴുകുന്നു, പിന്നെയും പുറകോട്ട് വരുന്നു, പിന്നെ 3? അങ്ങനെയല്ലല്ലോ നമ്മൾ കയറും. നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹം ഓരോ സ്റ്റെപ്പും കയറി പോവുക. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോവുക, ഉയർച്ച പ്രാപിക്കുക. അതിൻ്റെ അർത്ഥം ഇന്നത്തെ പോലെ അല്ല നാളത്തെ അവസ്ഥ പോലെ ആയിരിക്കത്തില്ല. നാളത്തെ കഴിഞ്ഞത്തെ അവസ്ഥ ഓരോ ദിവസവും അനുദിനം നിങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ആത്മീയമായും ഭൗതികമായും എനിക്ക് ഉയർച്ച വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നത് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി പോവാണ്. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. അപ്പോൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എവിടെയും, ഏത് സാഹചര്യത്തിലും ഞങ്ങളെ ജയത്തിൻ്റെ ഉത്സവമായി നടത്തുന്ന ഒരു ദൈവം. ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പൗലോസ് പറയുകയാണ്. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസന ആകുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാണ് ജയത്തിൻ്റെ ഉത്സവം. നമുക്കറിയാം കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ യേശു ക്രിസ്തു അവരുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാണ്. അപ്പോൾ ഈ 2 വാക്യം നമ്മളുണ്ട്. ഒന്ന് ഉയർച്ച തന്നെ പ്രാപിക്കും, 2 എപ്പോഴും ജയം. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ജയമാണോ, ഉയർച്ചയാണോ, അതോ പരാജയമാണോ, താഴ്ചയാണോ ഉണ്ടാകാൻ പോകുന്നത്? ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ പറയേണ്ട ഒരു വചനമാണ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, എനിക്ക് എല്ലായിടത്തും ഞാൻ ജയിക്കും. അഹങ്കാരമല്ല, ദൈവത്തിലുള്ള ദൈവ പൈതലിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ്. ഇനി പരാജയപ്പെട്ടു പോകാൻ ആയിരക്കണക്കിന് അവസ്ഥകൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ജയമേ ഉള്ളൂ. ചിലർ എന്നെ വിളിച്ചിട്ട് പറയും, ബ്രദറെ, ഞാൻ ഒരു തവണ OET എഴുതി കിട്ടിയില്ല, 2ാം തവണ OET എഴുതി കിട്ടിയില്ല, 3ാം തവണ OET എഴുതി കിട്ടിയില്ല, ഇനി എനിക്ക് പ്രതീക്ഷയില്ല, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ എനിക്കറിയാം. അപ്പം ഞാനിവിടെ പറയുന്ന കാര്യമുണ്ട്, ജയം എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി. കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബൈബിൾ ജയോത്സവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ജയിക്കത്തുള്ളൂ, ജയം കാണാതെ നമുക്ക് പിന്മാറാൻ കഴിയത്തില്ല. പ്രിയരെ, നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ജയമാണെന്ന് തന്നെ ഞാൻ പറയും. ആമേൻ. അപ്പം ജയിക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിലെ ലക്ഷ്യമല്ല, ജയിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ്. മനസ്സിലായോ? ജയം നമ്മൾ കരസ്ഥമാക്കണ്ട, നമ്മൾ ഓൾറെഡി ജയം എന്ന വാഗ്ദത്തം പ്രാപിച്ചവരാണ്. അപ്പം ജയം ഒരു വാഗ്ദത്തമാണ്, ഉയർച്ച ഒരു വാഗ്ദത്തമാണ്. ഇതൊക്കെ നിങ്ങളുടെ മേലുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യേശു ക്രിസ്തു പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ ഭവനത്തിൽ വന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ആ കുഞ്ഞ് മരിച്ചു കിടക്കുക. പക്ഷേ കർത്താവ് എന്താണ് അവിടെ പറഞ്ഞ വാക്ക്? ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ കർത്താവ് എന്താ അവിടെ പറഞ്ഞത്? ബാല എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ ഈ
കർത്താവ് പറഞ്ഞു ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചോണം, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുക, രണ്ട് വാക്കും വ്യത്യാസമുണ്ട്. ഈ ഉറങ്ങുക എന്ന് പറഞ്ഞാലും മരിക്കുക എന്ന് പറഞ്ഞാലും രണ്ടും നോക്കിയാൽ ഒരേപോലെയാണ്. ഇപ്പം മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയും ഉറങ്ങുന്ന ഒരു വ്യക്തിയും കണ്ടാൽ ഒരേപോലെ. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴേലും, ഞാൻ 1-2 തവണ അങ്ങനെ നോക്കിയിട്ടുണ്ട്, ഈ ചില വ്യക്തികൾ ഇങ്ങനെ അനങ്ങാതെ കിടക്കും. അവർ ഉറങ്ങാൻ പോയവരാ, അനങ്ങാതെ കിടന്നിട്ട് എപ്പോഴേലും നിങ്ങൾ മൂക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് കൈ വെച്ചിട്ട് ശ്വാസം കൊണ്ടുവന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ശരീരത്തിൽ നിങ്ങളെങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും നോക്കിയിട്ടുള്ളത് അല്ലേ. അപ്പം രണ്ടും ഒരേപോലെ. അപ്പം മരിച്ചൊരു വ്യക്തിയും ഉറങ്ങുന്ന വ്യക്തിയും ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ രണ്ടുപേരുടെയും ശരീരത്തിൻ്റെ ആ ഒരു ഘടന കണ്ടാൽ ഒരേപോലെയാണ്. പക്ഷേ ഇവിടെ കർത്താവ് വന്നിട്ട് പറയുകയാണ്, ആ ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, കർത്താവിന് ഫ്യൂച്ചർ കാണാൻ കഴിയും. ദൈവത്തിന് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെ മണിക്കൂറുകൾക്ക് ശേഷവും വർഷങ്ങൾക്ക് ശേഷവും ദിവസങ്ങൾക്ക് ശേഷവും സെക്കൻഡുകൾക്ക് ശേഷവും എന്ത് നടക്കാൻ പോകുന്നു എന്ന് കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം എപ്പോഴും നിൽക്കുന്നത് ഫ്യൂച്ചറിലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നിൽക്കുന്നത് ഫ്യൂച്ചറിലാണ്. ദൈവം നിൽക്കുന്നത് ഭാവിയിൽ നിന്നുകൊണ്ടാണ് ഈ വചനങ്ങൾ മുഴുവൻ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നിൽക്കുന്നത് പാസ്റ്റിലല്ല, പഴയ കാലത്തിലല്ല. ദൈവം നിൽക്കുന്നത് പ്രസൻറ്റ് കണ്ടീഷനിലല്ല. ദൈവം നിൽക്കുന്നത് ഫ്യൂച്ചറിലാണ്. ദൈവം ഫ്യൂച്ചറിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് ഈ സംസാരിക്കുന്നത് മുഴുവനും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പല വചനങ്ങളും വായിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പല വിഷയങ്ങളും പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നാ ചിന്തിക്കുന്നത്? കർത്താവേ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു അത്ഭുതം നടക്കണം, വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ബൈബിളിലെ വാക്യങ്ങൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക? കർത്താവ് പറയുന്ന വാക്ക് നോക്കിയാൽ മതി. അവിടെ എല്ലാ കാര്യങ്ങളും നടന്നതുപോലെ യേശു സംസാരിക്കുന്നു. ഇപ്പം ഞാൻ പറയാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെ. യെശയ്യാവ് 53:5 എന്നാ പറയുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? യെശയ്യാവ് 53:5 എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി നിങ്ങൾ, ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്ന യെശയ്യാവ് പറയുമ്പോൾ യേശു മുറിവേറ്റോ ഇല്ലയോ? യേശുക്രിസ്തു മുറിവേക്കുന്നതിന് മുമ്പ്, അതായത് യേശുക്രിസ്തു വരുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശ കണക്കാണ്, നാളെ നിങ്ങൾ കണക്ക് വെച്ചോണ്ട് വന്നേക്കല്ലേ, ഏകദേശ കണക്കാണ്. അപ്പോൾ 700 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മുറിവേൽക്കുമെന്നാണ് ശരിക്കും പറയേണ്ടത് അല്ലേ? യേശു വരുമെന്നും യേശു മുറിവേൽക്കുമെന്നും അല്ലേ 700 വർഷം മുമ്പ് യേശുവിനെ പറ്റി എഴുതുമ്പോൾ എഴുതേണ്ടത് എങ്ങനെയാ? സാധാരണ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാ? യേശു വരും, അടികൊള്ളും, മുറിവേൽക്കും, ആ മുറിവിൽ നിന്നും നിങ്ങൾക്ക് സൗഖ്യം വരും. അങ്ങനെയല്ലേ സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടേം? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ഉപയോഗിക്കും. പക്ഷേ ബൈബിളിൽ എഴുതി നോക്കിയേ, അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എഴുതിയ ആൾക്ക് തെറ്റിപ്പോയതാണോ? നിങ്ങൾ പറ, എഴുതിയ ആൾക്ക് തെറ്റിപ്പോയതാണോ? പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? അതായത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിൽക്കുന്നത് ഫ്യൂച്ചറിലാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും പ്രസന്റ് കണ്ടീഷനിൽ നിൽക്കുന്ന ആളല്ല. നമ്മളാണ് പ്രസന്റ് കണ്ടീഷനിൽ നിൽക്കുന്നത്. നമ്മളാണ് പഴയ കാലത്തിൽ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവാകുന്ന ദൈവം, സാക്ഷാൽ ദൈവം, ക്രിസ്തുയേശു, ഇവർ നിൽക്കുന്നത് ഫ്യൂച്ചറിലാണ്. ഇവർ ഫ്യൂച്ചറിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് ഈ മുഴുവൻ വാക്കുകളും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവിനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ ഇരുന്നുകൊണ്ട് യെശയ്യാവ് കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. യെശയ്യാവ് അത് എഴുതുമ്പോൾ യെശയ്യാവ് കാണുകയാണ് യേശു ക്രൂശിൽ പോകുന്നു, കർത്താവ് തകർക്കപ്പെടുന്നു, കർത്താവ് മുറി. അപ്പോൾ അദ്ദേഹം എഴുതിയപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ, വർത്തമാന കാലത്തിൽ സംഭവിക്കുന്നത് പോലെ എഴുതി വെച്ചു. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഫ്യൂച്ചറിൽ നിന്നുകൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ജയോത്സവമായി ദൈവം നിങ്ങളെ നടത്തുമെന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം, അടുത്ത മാസം, അടുത്ത വർഷം, ഇനി എത്ര കാലം നിങ്ങൾ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുവാൻ പോകുന്നോ അതെല്ലാം കാണുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ജയമാണ്. ഇനി ജയം ഒരു വാഗ്ദത്തമാണ്.
ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു യേശുവിലുള്ള വ്യക്തിയുടെ ഭാവിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു 2 രീതിയിൽ നമുക്ക് ഭാവി കാണാൻ പറ്റും. പ്രവചന വരത്തിലൂടെ ഭാവി കാണാൻ പറ്റും. നമ്മുടെ ഇടയിലൊക്കെ നമുക്ക് മിക്ക ദിവസവും പരിശുദ്ധാത്മാവ് പറയാറില്ല, നിങ്ങളുടെ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു, ഇന്ന കാര്യം സംഭവിക്കാൻ വേണ്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യം കേട്ടു. ഒരു സഹോദരി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്ന എനിക്കറിയത്തില്ല. ആ സഹോദരിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ്, ഞാൻ ആ കറക്റ്റ് സാക്ഷി ഓർക്കുന്നില്ല, നിങ്ങൾ കേട്ടതാണ്. സഹോദരി പുതിയതായിട്ടാണ് പ്രാർത്ഥനയ്ക്ക്, പക്ഷേ യൂട്യൂബിൽ ആ സഹോദരി ആ പ്രാർത്ഥന കാണുന്നതിന് 7 ദിവസം മുമ്പ് തന്നെ ആ സഹോദരിയുടെ മകൻ്റെ പേര് ദൈവാത്മ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു അവൻ്റെ മേലെ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷമാണ് സഹോദരി യൂട്യൂബിൽ കാണുന്നത്. യൂട്യൂബിൽ ആ 7 ദിവസം കഴിഞ്ഞുള്ള ആ പ്രാർത്ഥന സഹോദരി യൂട്യൂബിൽ കണ്ടപ്പം ഇങ്ങനെ പറയുന്നു, മകൻ്റെ റിസൾട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെട്ടിട്ട് ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ആ വ്യക്തിയുടെ രോഗത്തെ യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവരെന്തോ ബയോപ്സി എന്തോ ഒരു റിപ്പോർട്ടിന് വേണ്ടി വിട്ടിരിക്കുമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞു, കർത്താവ് അത്ഭുതം ചെയ്തു, ആ ഡേറ്റ് ഓഫ് ബർത്തുകാരനെ സൗഖ്യമാക്കി എന്നുള്ള സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം ആ സഹോദരി പിന്നീട് ഈ വചനം കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് പഴയ യൂട്യൂബ് മെസ്സേജ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ 9 ദിവസം മുമ്പ് ഈ മകൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ട് അവൻ്റെ സൗഖ്യത്തെപ്പറ്റി പറഞ്ഞ ആ സാക്ഷി എത്ര പേര് ഓർക്കുന്നുണ്ട്? ഞാനിതെല്ലാം ഓർക്കും. എത്ര പേര് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട് ബ്രദറെ. ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ടോ? ഒരു മിനിറ്റ്, ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ടോ? ഇന്ന് ആ സഹോദരി ഉണ്ടോ? അത് സാക്ഷ്യം പറഞ്ഞങ്ങ് പോയോ? അപ്പോൾ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഫ്യൂച്ചറിൽ, അതായത് 9 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു റിസൾട്ട്, ആ റിസൾട്ട് ഇന്ന ആൾക്ക് വേണ്ടി കർത്താവ് സൗഖ്യമാക്കുമെന്നുള്ളത്. ഇനി യൂട്യൂബിലാണ് സഹോദരി ഇത് കേൾക്കുന്നതെങ്കിൽ നാളെ തന്നെ സഹോദരി സൂമിൽ വരണം. ഇനി ജോലി തിരക്ക് മറ്റെന്തെങ്കിലും ആണ് കേൾക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഇല്ലാത്ത സഹോദരിയാണെങ്കിൽ എനിക്ക് ഈ ദിവസങ്ങളിൽ എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്, എനിക്ക് ഈ സാക്ഷി ഒന്നും കൂടെ ഒന്ന് വോയിസ് റെക്കോർഡായിട്ട്, ഞങ്ങൾ കേട്ടതാണ് ലൈവിൽ, എങ്കിലും അതൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൈവ് കേട്ടവരാണ് നിങ്ങളെല്ലാവരും. ഒന്നും കൂടെ സഹോദരി കേൾക്കുന്നുണ്ടെങ്കിൽ ആ സഹോദരി എനിക്ക് വോയിസ് റെക്കോർഡ് അയച്ചേക്കണം കർത്താവ്. അല്ലെങ്കിൽ ഈ നമ്പറിൽ, ഞാനിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ ആ സാക്ഷ്യം, ഈ 2 നമ്പറിൽ ഏത് നമ്പറിലേക്കും ആ സാക്ഷ്യത്തെ ഒന്ന് അയക്കണം. കാരണം നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും ഒരു അനുഗ്രഹമാണ്. ഈ 2 നമ്പറിൽ ഏത് നമ്പറിലേക്കും വേണമെങ്കിലും ആ സാക്ഷ്യം ഒന്നും കൂടെ അയക്കണം. അപ്പോൾ ആ സഹോദരി പറഞ്ഞ സാക്ഷ്യം എന്നെ ചിന്തിപ്പിച്ചത്, ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, അതിനുശേഷമാണ് അവർക്കൊരു വിടുതൽ കിട്ടിയപ്പോൾ മകന് സൗഖ്യം ലഭിച്ചു. ആ റിസൾട്ട് അനുകൂലമായിരുന്നു. എനിക്കൊന്ന് എൻഡോസ്കോപ്പിയോ ബയോസ്കോപ്പിയോ ഉണ്ട്, എന്തോ ഒരു സ്കാനിങ് ആയിരുന്നു, ഞാൻ ക്ലിയർ ആയിട്ട് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു 1 മാസം ഉണ്ട് മുമ്പാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഭാവിയിൽ നടക്കാൻ പോയ കാര്യമാണ് അല്ലേ? ആ സൗഖ്യം അവർ രോഗത്താൽ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, പക്ഷേ കൺഫേം ആണ്, രോഗമുണ്ടെന്ന് കൺഫേം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് റിപ്പോർട്ടിന് വേണ്ടി വിട്ടു. പക്ഷേ ആ റിപ്പോർട്ട് വരുന്നതിന് 9 ദിവസം മുമ്പ് തന്നെ അവൻ്റെ പേര് വെളിപ്പെട്ടു. ആ റിസൾട്ടിന് വിടുന്നതിൻ്റെ അന്ന് യൂട്യൂബിൽ വെളിപ്പെട്ടു, അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെട്ടിട്ട് പറഞ്ഞു യേശു അവനെ ഒന്നും കൂടെ കൺഫേം ചെയ്യുകയായിരുന്നു. 10 ദിവസത്തിന് ശേഷം വീണ്ടും ആ ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെട്ടിട്ട് പറഞ്ഞു ആ മകനെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. ആ പിറ്റേ ദിവസം റിസൾട്ട് വന്നതിന് ശേഷം അവർ പറഞ്ഞു വലിയ അത്ഭുത സാക്ഷ്യം വരാം. അതിന് ശേഷം ആ സഹോദരി എന്ത് ചെയ്തു, ആ യൂട്യൂബ് മീറ്റിംഗ് കേട്ടപ്പോഴാണ് അവരുടെ മോൻ്റെ കാര്യങ്ങളും അവരുടെ വീടിൻ്റെ കാര്യങ്ങളും ഒക്കെ, അതിൻ്റെ വീടിൻ്റെ ഓരോ കാര്യങ്ങളും ഒക്കെ ദൈവാത്മ വെളിപ്പെടുത്തിയത്. അപ്പോൾ അതും ഒരു ഭാവിയല്ലേ? നിങ്ങൾ പറ, അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമല്ലേ വെളിപ്പെട്ടതാണോ അല്ലയോ? അതെ അതെ അതെ, ആമേൻ. അപ്പോൾ പ്രവചന വരം ഫ്യൂച്ചറിൽ നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മൾ ദിവസവും കാണുന്നവരാണ് പ്രവചന വരത്തിൻ്റെ അത്ഭുത സാക്ഷ്യങ്ങളെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പ്രവചന വരത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഡെയിലി നമ്മൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ വചനമാണ് ഏറ്റവും വലിയ പ്രവചനം. അതിന് താഴെയാണ് പ്രവചനവരം. വരം താഴെയാണ്. കാര്യം പ്രവചനവരം ഉപയോഗിക്കുന്നത് തന്നെ വചനത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്, വചനം വിശ്വസിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ക്രിസ്തു യേശുവിൽ നമുക്ക് ജയവാന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം ഫ്യൂച്ചറിൽ നിൽക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു ദൈവത്തിന് അറിയാം. ഇനി ശ്രദ്ധിച്ചോണം, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബ്രദറെ, പക്ഷേ ദൈവം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിലും പലരുടെയും ജീവിതത്തിൽ ജയമൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരുടെയും ജീവിതത്തിൽ ഈ പറയുന്ന വചനപ്രകാരം ഉയർച്ചയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. അതെന്താണ് കാരണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട് ബ്രദറെ. ഇന്നും കൂടെ പറഞ്ഞോളൂ, അപ്പോൾ കുഴപ്പമില്ല. ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബ്രദറെ, ഞാൻ ഈ വാക്യം കാണാം, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് ബൈബിൾ പറയുന്നു.
എന്നിട്ട് പലരുടെയും ജീവിതത്തിൽ കയറ്റവും ഇറക്കം. അതുകൊണ്ട് അവർ പറയും, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്, ഒരു കട്ടതയുണ്ടെങ്കിൽ ഒരു അനുഗ്രഹമുണ്ട്, ഒരു ദുരിതമുണ്ടെങ്കിൽ ഒരു അത്ഭുതമുണ്ട്, ഒരു മരണമുണ്ടെങ്കിൽ ഒരു സങ്കടമുണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇതിക്ക് ശരി, അപ്പോൾ വചനത്തിൽ പറയുന്നതിൻ്റെ വിപരീതമാണല്ലോ സംഭവിക്കുന്നത്. പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞിരിക്കുന്ന ഉയർച്ചയും ഈ പറഞ്ഞിരിക്കുന്ന ജയവും വാഗ്ദത്തമാണ്. ശ്രദ്ധിച്ചോണം, ഇതെല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത എന്തുവാ? വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. ഇപ്പം കർത്താവ് പറഞ്ഞ ഉപമ ശ്രദ്ധിച്ചോണം, വചനം ഒരു വിത്താണ്. ഈ വിത്ത് നിങ്ങൾ മുളപ്പിക്കണം. ഇപ്പം ഞാൻ പറയാം, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, എന്നിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഉടനെ നിങ്ങളുടെ രോഗമെല്ലാം മാറിയോ? പറ. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചോട്ടെ, ആ 3-4 വർഷമായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ കഴിഞ്ഞ ദിവസം ഏതെങ്കിലും ഈ 6 വർഷമോ 3 വർഷമോ 2 വർഷമോ ഉണ്ടായിരുന്ന സൗകര്യമൊക്കെ സാക്ഷ്യം പറഞ്ഞില്ലേ, രോഗം മാറിയെന്ന് പറഞ്ഞവർ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ട് എത്ര, ആ രോഗസൗഖ്യം പ്രാപിച്ചോട് ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ട് എത്ര നാളായി? ഒന്ന് പറഞ്ഞേ, രോഗം സൗഖ്യമായവർ. സൗഖ്യം നടന്ന എപ്പോഴാ? സൗഖ്യം നടന്ന എപ്പോഴാ? ഇപ്പൊ ഈ വചനം കേട്ട് ഈ വചനത്തിലൂടെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ സൗഖ്യമായത്. അതായത് എത്ര 3 വർഷമായിട്ട് സഹോദരി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പക്ഷെ എന്നാ ഈ രോഗം സൗഖ്യമായത് എപ്പോഴാ? രോഗം സൗഖ്യമായത് ഇപ്പൊ ഈ പ്രാർത്ഥനയിലൂടെ ബ്രദറെ, ഈ പ്രാർത്ഥന കേട്ട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ എല്ലാവരും കേട്ടോ, ഒരു സംശയം ജസ്റ്റ് മാത്രം ഒന്ന് ആക്റ്റീവ് ആയാൽ മതിയേ. ഞാൻ സംശയം ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ മൈക്ക് മ്യൂട്ട് മാറ്റാതെ, നിങ്ങൾ ആവശ്യമില്ലാതെ മ്യൂട്ട് മാറ്റാതെ, അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റാതെ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ഈ അൺമ്യൂട്ട് ചെയ്യാത്തത്. ഇനി ശ്രദ്ധിച്ചു, ആ സൗകര്യം മാത്രം ഒന്ന്, അല്ലെങ്കിൽ രോഗസൗഖ്യം, അതായത് രക്ഷിക്കപ്പെട്ടത് 3 വർഷമായി 4 വർഷമായി, രോഗം 5 വർഷമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ യേശുവിനെ അറിഞ്ഞപ്പോൾ രോഗം മാറിയില്ല. പക്ഷെ വചനം പറയുന്നു യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ബൈബിൾ വചനം പറയുന്നു. ഞാൻ യേശുവിനെ അറിഞ്ഞു, ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാൻ യേശുവിനെ അറിഞ്ഞ ഉടനെ രോഗം മാറിയില്ല. എപ്പോഴാണ് രോഗം മാറിയത്? ആ വചനം ഏറ്റു പറഞ്ഞപ്പോൾ. അങ്ങനെയെങ്കിൽ ആ രോഗസൗഖ്യം രക്ഷിക്കപ്പെട്ട ഉടനെ സംഭവിക്കാത്തതിൻ്റെ കാരണം, രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് കർത്താവ് സകല വാഗ്ദത്തങ്ങളും കയ്യിലോട്ട് തന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ അനുഭവിക്കണം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടിട്ട് അത്രയും നാളായി, പക്ഷെ രക്ഷിക്കപ്പെട്ട ഉടനെ രോഗം മാറുന്നില്ല, രക്ഷിക്കപ്പെട്ട ഉടനെ അത്ഭുതം മാറുന്നില്ല, യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ട് ഒരു മാറ്റവും കാണുന്നില്ല. അതിൻ്റെ കാരണം, രക്ഷിക്കപ്പെട്ട ഉടനെ ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ അഥവാ വചനം ദൈവം കൈത്തരും. ഇത് നിങ്ങൾ വിശ്വാസം ഉപയോഗിച്ചത് മുഴുവനും എന്ത് ചെയ്യണം? അനുഭവിക്കണം. അതേപോലെ തന്നെ ഉയർച്ച ഒരു വാഗ്ദത്തമാണ്. എല്ലായിടത്തും ക്രിസ്തു യേശുവിൽ നിങ്ങളെ ജയോത്സവമായി നടത്തുമെന്ന് പറഞ്ഞത് വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം വിശ്വാസത്താൽ നിങ്ങൾ അനുഭവിക്കണം. ആമേൻ. ഇനി ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഞാൻ വേഗത്തിൽ പോവാണ്. എങ്ങനെയാണ് വിശ്വാസം അനുഭവിക്കുന്നത് പറഞ്ഞു തരാം. എസെക്കിയേലിൻ്റെ അടുത്ത് നമ്മൾ ഇന്നലെ പോയല്ലോ, ഇന്നലെ പോയ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. ദൈവം കൽപ്പിച്ചത്, നീ അസ്ഥിയെ നോക്കി പ്രവചിച്ചു പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു, എന്താണ് വചനം? എന്താണ് വചനം? പ്രവചനം എന്ന് പറഞ്ഞാൽ പ്രവചനം അത് തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രവചനം എന്ന് പറഞ്ഞാൽ. അപ്പം ബൈബിൾ പറയുന്നു, ഉണങ്ങിയ അസ്ഥിയെ നോക്കി പ്രവചിച്ച് പറയേണ്ടത്. ബ്രദറെ, നിങ്ങളുടെ ഈ സൂമിൽ വന്നിട്ടാണ് ഈ വചനങ്ങൾ കേട്ടാണ് 3 പേരെ ഞാൻ വിടുവിച്ചത് ബ്രദറെ. എന്റെ ശരീരത്തിനെ ഞാൻ വിടുവിച്ചു ബ്രദറെ. 1000 നന്ദിയുണ്ട് ബ്രദറെ. 1000 ദൈവത്തിന് സ്തുതി. എന്ത് സംഭവിച്ചു സിസ്റ്ററെ? എന്ത് സംഭവിച്ചായിരുന്നു? ഞാൻ നേരത്തെ ഒരു സുഹൃത്തിന് പറഞ്ഞില്ലേ ബ്രദറെ, ഒരു ആക്സിഡന്റ് ആയിട്ട് പല വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ഭേദമായിട്ട് പിന്നെയും 2ാമത് ആക്സിഡന്റ് ആയിട്ട് കിടപ്പിൽ കിടന്നു. ഇങ്ങനെ ബ്രദറുടെ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവര് സ്വയം വാക്കറെടുത്തിട്ട് ബാത്റൂമിൽ പോയി ലെട്ടിനിരുന്നു, സ്വയം കഴുകിയിട്ട് വന്നു. അവിടെ നടന്നു കിടന്നയാൾ. ആമേൻ. അത് പറഞ്ഞു കേട്ടില്ലേ? അതാണ് ബ്രദർ അന്ന് പറഞ്ഞില്ല ബ്രദർ, 10 ദിവസം മുമ്പ്. പിന്നെ എന്റെ മോന് പ്രൊമോഷനും കിട്ടി, ഡയറക്ടർ പ്രൊമോഷൻ കിട്ടി. തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഗോൾഡ് മെഡലൊക്കെ എടുത്തതാണ്. ഇപ്പോ ഡയറക്ടർ പോസ്റ്റ് കിട്ടി, സീനിയർ സയന്റിഫിക്. അതെ, തീർച്ചയായിട്ടും മിസ്റ്ററെ, എനിക്കറിയാം ഈ സാക്ഷ്യം നമ്മൾ കേൾക്കണം മുന്നോട്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ രോഗിയായി കിടന്ന, തളർവാദമായി കിടന്ന രോഗിയെ എന്ത് ചെയ്തു? പ്രാർത്ഥനയാൽ സൗഖ്യമാക്കി. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ സിസ്റ്റർ പറഞ്ഞ നടന്നു. അപ്പോൾ ഇതൊക്കെ
കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രവചിക്കുകയാണ്. വചനം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദോഷകരമായ കാര്യങ്ങളെ, ഭാവിയെ, അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ക്രിസ്തു യേശുവിൽ പുതിയൊരു ഭാവിയെ തുറക്കുന്ന പ്രവചനമാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ, ഈ പ്രവചന വരം അല്ലെങ്കിൽ വചനം എന്ന പ്രവചന വരം യൂസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്കിത് കാണാൻ കഴിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം ഞാനത് ഒന്ന് രണ്ട് ഒരു മർമ്മം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മർമ്മം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം എപ്പോഴാണ് പറയുന്നറിയോ? ഏറ്റവും കൂടുതൽ നമ്മൾ കർത്താവിൻ്റെ വചനം പറയാൻ ശ്രമിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഏതെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയാം. നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് നല്ല പൈസ മുടക്കി ആൻറ്റിബയോട്ടിക് മേടിച്ചു. നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ഓർക്കുമ്പോഴാണോ അതോ സമയത്തിനാണോ? നമ്മൾ സമയത്തിന് അത് കഴിക്കുന്നതിൻ്റെ കാരണം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചത് കൊണ്ടാണ്. കാശ് കൊടുത്ത് വില കൊടുത്ത് ആ മരുന്ന് മേടിച്ചത് കൊണ്ട്, വിലപിടിപ്പുള്ള മരുന്ന് ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയം രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ടോ നമ്മൾ 3 നേരമോ 2 നേരമോ എന്ത് ചെയ്യും? ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില കൊടുത്ത് മേടിച്ചതാണ്. നമുക്ക് അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. പലരും വാഗ്ദത്തങ്ങൾ പറയുന്നത്, വചനം പറയുന്നത് എപ്പോഴാണെന്നറിയാവോ? അവരൊന്നെങ്കിൽ ഓർക്കുമ്പോൾ പറയും, ബ്രദറെ ഞാൻ ഓർക്കുമ്പോൾ എല്ലാം ഭയങ്കര വിഷയമാണ്, പക്ഷേ ഓർക്കുമ്പോൾ എല്ലാം വചനം പറയും ബ്രദറെ. എനിക്ക് വിഷമം വരുമ്പോൾ എല്ലാം വചനം പറയും ബ്രദറെ. എനിക്ക് എന്തൊക്കെയോ എനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെയല്ല വചനം പറയേണ്ടത്. വചനം പറയേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ വചനം പറയുവാൻ രാവിലെ ഏറ്റവും കുറഞ്ഞ് 2 നേരമെങ്കിലും രാവിലെയും വൈകിട്ടും ഒരു സമയം ഫിക്സ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങളുടെ ഭാവിയെ പണിതുകൊണ്ടിരിക്കുക. വചനം പറയുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു വ്യക്തി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ ഇരുന്നു കൊണ്ട്, അതായത് വർത്തമാന കാലത്ത് ഇരുന്നു കൊണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ നിർമ്മിക്കുന്നതിൻ്റെ പേരാണ് വചനം പറയുന്നത്. ഇന്ന് നിങ്ങൾ വചനം പറഞ്ഞാൽ നാളെ നിങ്ങളുടെ ഭാവിയിൽ എന്താണോ നിങ്ങൾ പറഞ്ഞത് അതേപോലെ തന്നെ ഉണ്ടായി വരത്തുള്ളൂ. ശ്രദ്ധിച്ചോണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കുക എന്ന് യഹോവ ഉണങ്ങിയ അസ്ഥികളെ, ഞാൻ ഇന്നലെ പറഞ്ഞതൊരു ദർശനമാണ്, ലിറ്ററലി നടന്നതല്ല. ഇസ്രായേൽ മക്കളുടെ അവരുടെ വീണ്ടെടുപ്പിനെ പറ്റിയാണ് പറയുന്നത്. എങ്കിൽ പോലും ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അസ്ഥികളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ലാസറിൻ്റെ മരിച്ചുപോയ ശരീരത്തെ ഉയർപ്പിച്ച ദൈവമാണ്. ആ കോണ്ടസ്റ്റ് എന്നുകൊണ്ട് ഞാൻ ഇതിനൊന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. ശ്രദ്ധിച്ചോണം. യഹോവയായ കർത്താവ് അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അങ്ങനെയെങ്കിൽ ഈ അസ്ഥിക്കകത്ത് ഇപ്പൊ ജീവനുണ്ടോ ഇല്ലയോ? ജീവനില്ല. പക്ഷെ ദൈവം ഫ്യൂച്ചറിൽ നിൽക്കുവാണ്. അതായത് ദൈവം കാണുന്നത് ഉണങ്ങിയ അസ്ഥിയല്ല, ദൈവം കാണുന്നത് ദ്രവിച്ചു കിടക്കുന്ന അസ്ഥിയല്ല, ദൈവം കാണുന്നത് ചെതറി കിടക്കുന്ന അസ്ഥിയല്ല. ദൈവം കാണുന്നത് അസ്ഥി ചേർന്ന് മാംസം വന്ന് ഞരമ്പ് വന്നൊരു മനുഷ്യന്റെ രൂപം. അതായത് ദൈവം ഇതിന് ശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നു, ഇത് ദൈവത്തിന് കാണാൻ പറ്റും. പക്ഷെ പ്രവചിക്കുന്ന എസെക്കിയേലിന് അത് കാണാൻ പറ്റത്തില്ല. പ്രവചിക്കുന്ന എസെക്കിയേലിനെ കാണാൻ പറ്റുന്നത് വചനം മാത്രമാണ്. എസെക്കിയേലിനോട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പം എസെക്കിയേലിന്റെ മറുപടി എന്താ? കർത്താവേ, നിനക്കെല്ലാം അറിയാലോ. അതിൻ്റെ അർത്ഥം എന്തുവാ? എസെക്കിയേലിന് മനസ്സിലായില്ല. പക്ഷെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് പറഞ്ഞത്, യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത്, ആ വാക്യം ഒന്ന് പെട്ടെന്ന് എടുത്ത്, പള്ളിപ്രമാണിയുടെ മകളായ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് യേശു പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മരിച്ചു കിടക്കുന്നയാളും ഉറങ്ങുന്നയാളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മരിച്ചു കിടക്കുന്ന വ്യക്തി നമുക്കറിയാം, അയാൾ സാധാരണ പോലെ കിടക്കുന്നല്ലേ. മത്തായി 9:24 തന്നെയാണോ സിസ്റ്റർ? ഓക്കെ, നിങ്ങൾ നോക്കി, റീത സൗര്യ വാക്കി ഇട്ട് തന്നായിരുന്നു. ഇവിടെ നോക്കിയേ, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രയെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച്, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുകയാന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ചോദ്യം, മരിക്കാതെ എങ്ങനെയാണ് അവിടെ മരിച്ചു എന്ന് പറയുന്നത്? പിന്നെ യേശുക്രിസ്തുവിൻ്റെ എന്തുകൊണ്ടാണ് ഉറങ്ങുക എന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു നോക്കുമ്പം ആ ശരീരം ഡെഡ് അല്ല. യേശുക്രിസ്തുവിനെ കാണാൻ പറ്റുന്നത് ആ മകളുടെ ഉള്ളിലേക്ക് ജീവൻ വരുന്നതും അവൾ എണീറ്റ് വരുന്നതും അവൾ സംസാരിക്കുന്നതുമാണ് യേശു കാണുന്നത്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്ന ആയുധം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ഉറപ്പ്. യേശു പറയുകയാണ്, മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്.
അപ്പോൾ ഒരു ചോദ്യം, എങ്കിൽ ഉറങ്ങുവാണെന്ന് വിളിച്ചെണീപ്പിക്കും. മരിച്ച ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ മരിച്ച ആളെ എത്ര തട്ടി വിളിച്ചാലും എണീറ്റ് വരത്തില്ല, പക്ഷെ ഉറങ്ങിയ ആൾ എണീറ്റ് വരും. ഇതാണ് യേശു ഉദ്ദേശിച്ചത്. മരിച്ചയാൾ എന്ത് ചെയ്യത്തില്ല, എണീക്കത്തില്ല, ഉറങ്ങിയ ആൾ എണീക്കും. ശ്രദ്ധിച്ചോണം, ഈ ദൈവം ഭാവിയിൽ നിൽക്കുമ്പം ദൈവത്തിന് കാണാൻ പറ്റും ഈ ഡെഡ് ബോഡി ഉയർക്കും. അതുകൊണ്ട് യേശു ഉറപ്പിച്ചു പറഞ്ഞു, ഉറപ്പോടെ വിശ്വാസത്താൽ പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്, ഉറങ്ങുന്ന ആൾ എണീറ്റ് വന്നിരിക്കും. ഉടനെ കർത്താവ് എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്ക് നോക്കിയാൽ മതി. ഉടനെ എന്ത് ചെയ്തു, പുരുഷാരത്തെ പുറത്താക്കിയിട്ട് അകത്ത് കടന്ന് ബാലയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ശ്രദ്ധിച്ച്, ബാലയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ മരണവീട്ടിൽ ചെന്നിട്ട് ഇന്നേ വരെ അവിടെ മരിച്ച ഡെഡ് ബോഡിയുടെ ദേഹത്തോട്ട് ആൾക്കാർ കൈയും കാലും എല്ലാം വെച്ചിട്ട് കെട്ടിപ്പിടിച്ചും ഇളക്കിയും ഒക്കെ പ്രാർത്ഥിക്കുന്നവർ, കരയുന്നവരുണ്ട്. ഇന്നേ വരെ ആ ഡെഡ് ബോഡിയുടെ കൈക്ക് പിടിച്ചാൽ എണീറ്റ് വരുമോ ഇല്ലയോ? പറ, എണീറ്റ് വരുമോ ഇല്ലയോ? വരത്തില്ല. പക്ഷെ യേശു ക്രിസ്തു കൈക്ക് പിടിച്ച് എണീറ്റതിന്റെ കാരണം ഈ കുഞ്ഞ് എണീക്കുന്നത് യേശു ക്രിസ്തു ഭാവിയിൽ കണ്ടുകൊണ്ടാണ് പിടിച്ചെണീപ്പിച്ചത്. നമുക്കിതിനെ വിശ്വാസമായി കർത്താവ് തന്നിരിക്കുക. ഇതാണ് നിങ്ങളൊരു വചനം പറയുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ കണ്ടുകൊണ്ട് വേണം പറയാൻ. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ മൊത്തം തകർന്ന് അരിപ്പടമായിട്ട് നശിക്കുന്നത് കണ്ടുകൊണ്ട് വചനം പറയരുത്. വചനം പറയുമ്പോൾ ഫ്യൂച്ചർ കണ്ടുകൊണ്ട് വേണം പറയാൻ. ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോകുന്നോ അതാണ് ഇപ്പോൾ ഉയർച്ച. ഇപ്പോൾ ഒരാൾ ഉദാഹരണം പറയും, ചിലർ പറയും, ബ്രദറെ ഞാൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവാ, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ആ വ്യക്തിക്കകത്ത് എന്തില്ല, പറ, എന്തില്ല, ഈ ബിസിനസ് റെഡി ആവുമെന്നാണ് അയാൾക്ക് ഉറപ്പ്? വിശ്വാസമില്ലാത്തതിന്റെ കാരണം ഇയാളുടെ മനസ്സിൽ ഭാവിയില്ല. ഇയാളുടെ മനസ്സിൻ്റെ അകത്ത് ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നു, അതിൻ്റെ അർത്ഥം ഞാൻ ഈ ബിസിനസ് ചെയ്ത് ബിസിനസ്സിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു അനുഗ്രഹം ഉണ്ടായി, എനിക്കത് വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്നൊന്നുമില്ല. എന്നൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത് മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബിസിനസ് ചെയ്യുന്നു, ഞാനും ബിസിനസ് ചെയ്യുന്നു, എൻ്റെ ബിസിനസ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല ചോദ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം പറയും, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ബിസിനസ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി ശ്രദ്ധിച്ചോണേ, ഇവിടെ നിങ്ങൾ നോക്കിയോണം, ഇവിടെ ദൈവം പറയുന്നൊരു വാക്ക് നിങ്ങൾ നോക്കിയോണം. നമുക്ക് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. ഇവിടെ പോലെ നിങ്ങൾ നോക്കിയാൽ മതി. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിന്റെ മേൽ വരും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ശ്രദ്ധിച്ചോണം, നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലിയുടെ പിറപ്പും എല്ലാം പറയണം അനുഗ്രഹിക്കപ്പെടും, നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം ദൈവം പറയുകയാണ്. ഇതിനകത്ത് കൊട്ടയും മാവിക്ക് തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം എന്തുകൊണ്ടാണ് ഈ ആടിനെയും പശുവിനെയും വയലിനെയൊക്കെ മാത്രം പറയാൻ കാരണം? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ദൈവം അത് പറഞ്ഞത്? നിന്റെ വയലിനെയും അതാണ് ആരാ പറഞ്ഞ് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചോണം, ആ കാലത്തെ മെയിൻ വരുമാനം, അന്നത്തെ കാലത്തെ നാട്ടിലെ വരുമാനം എന്ന് പറയുന്നത് പോലത്തെ ബിസിനസ് ഒന്നുമല്ല, ഇന്നത്തെ പോലത്തെ നമ്മുടെ കച്ചവടം ഒന്നുമല്ല, ഇന്നത്തെ പോലത്തെ ജോലിയൊന്നുമല്ല. അന്നത്തെ കാലത്തെ മെയിൻ വരുമാനം കൃഷിയാണ്, വയല്. 2 ഗർഭഫലവും കൃഷിഫലവും. ശ്രദ്ധിച്ചോണം, നിന്റെ തലമുറകൾ, മൃഗസമ്പത്തുകൾ. അന്നത്തെ കാലത്ത് ആടും മാടും ഒക്കെ അല്ലേ അവരുടെ സമ്പത്ത്. ഇതൊക്കെയും അനുഗ്രഹിക്കപ്പെടും. അടുത്ത വാക്ക്, നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും. എൻ്റെ അർത്ഥം നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല. എൻ്റെ അർത്ഥം അവിടെ അന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ, ഇന്ന് നമുക്ക് ക്ഷാമമില്ല, അന്ന് ക്ഷാമങ്ങൾ വരും, ദേശത്ത് മുഴുവൻ പട്ടിണി വരും, വലിയ ക്ഷാമകാലം വരും. ബൈബിൾ പറയുകയാണ്, ആ കാലത്ത് പോലും നിന്റെ കൊട്ടയ്ക്കും മാവ് വയ്ക്കും തൊട്ടിക്കും നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം ഇത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണോ അതോ ഭാവിയാണോ? പറ, ഈ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അപ്പൊ ഭാവിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം ഫ്യൂച്ചർ നിന്നുകൊണ്ട് പറയുകയാണ്, നീ ഈ എൻ്റെ വചനം കേട്ട് നീ ഒന്ന് അനുസരിച്ചാൽ, എൻ്റെ അർത്ഥം ഈ വചനം നീ ഒന്ന് പറയാൻ തുടങ്ങിയാൽ എന്നാ സംഭവിക്കുന്നറിയാവോ? നിന്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന എന്നാന്നറിയാവോ? നിന്റെ വയലിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിന്റെ ഗർഭഫലം, അതിൻ്റെ അർത്ഥം നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിന്റെ മൃഗസമ്പത്ത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അങ്ങനെയാണെങ്കിൽ ഇത് കേൾക്കുന്ന യഹൂദൻ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? നിങ്ങൾ പറ. ഇനി ബിസിനസ്സിലൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ കേൾക്കട്ടോണം, ജോലിയിൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ കേട്ടോണം. എന്തായിരിക്കും യഹൂദന്മാർ ചെയ്യാൻ പോകുന്നത്? ഇത് കേട്ട ഉടനെ വചനത്തിൽ വിശ്വസിച്ച്
അവരിത് വചനം വിശ്വസിക്കും വിശ്വസിക്കും. വചനം വചനം പറഞ്ഞുകൊണ്ട് അവര് പറയും. ഞാൻ പറയും. ഭാവിയിൽ വചനം നടക്കാൻ പോകുന്ന പറഞ്ഞവര് കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവര് വചനം പറയും. വയലിൽ അവർ കൃഷി ചെയ്താൽ ആ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ മുതൽ നിങ്ങൾ വായിച്ച കറക്റ്റ് മനസ്സിലാവും. 28-ന്റെ 1 മുതൽ നോക്കിയോണം. നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ആജ്ഞാപിക്കുന്നതൊക്കെയും കൽപ്പനകളെയും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതിക്കും മീതെ ഉന്നതൻ. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് യഹൂദൻ ഉന്നതനാകുന്നത്? എന്തുകൊണ്ട് ലോകത്തിൽ ഒരു കനികളും ഇല്ലാത്ത ഇസ്രായേൽ ലോകത്തിൻ്റെ മുഴുവനും, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉൾപ്പെടെ, നിങ്ങൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ഉൾപ്പെടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഉൾപ്പെടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജികൾ മുഴുവനും യഹൂദൻ്റെ നിർമ്മിതിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയിക്കാൻ വലിയതൊന്നുമല്ല. കാരണം നമുക്കറിയാം ഇത് ഒട്ടുമുക്കാൽ നിർമ്മിതി യഹൂദൻ്റെ നിർമ്മിതികളാണ്. ഇവൻ്റെ ഐഡിയയാണ്, ഇവൻ്റെ തലയ്ക്കകത്ത് ഉദിച്ച ഈ കുഞ്ഞ് പട്ടണത്തിൽ അമേരിക്കക്കാരും കണ്ടുപിടിച്ചിട്ടുണ്ട്, യൂറോപ്യൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒട്ടുമുക്കാലും കണ്ടുപിടുത്തങ്ങളുടെ മെയിൻ ഘടകങ്ങൾ മുഴുവൻ യഹൂദൻ്റെ തലയ്ക്കകത്തുനിന്നാണ് വരുന്നത്. അവൻ്റെ തലമുറയ്ക്കകത്തുനിന്നാണ് ഈ ഐഡിയാസ് കൂടുതലും പുറത്തു വരുന്നത്. ഒട്ടുമുക്കാലും ഐഡിയകളും ഞാൻ പറയാം, അവർ മാത്രമല്ല എങ്കിൽ പോലും ഒട്ടുമുക്കാൽ എപ്പോഴും യുദ്ധങ്ങളും, നമ്മളെപ്പോലെ നല്ല ക്വയറ്റായിട്ടുള്ള രാജ്യമൊന്നുമല്ല. നമ്മുടെ രാജ്യത്ത് വല്ലപ്പോഴും യുദ്ധം വരും അല്ലേ? എല്ലാ ദിവസവും യുദ്ധവും പ്രശ്നങ്ങളും ബോംബിടിയിലും മിസൈലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ടെക്നോളജികൾ വികസിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം. എന്നാലും നോക്കി, ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ എന്തുകൊണ്ടാണ് ഇവർ ബ്ലെസ്സഡ് ആകുന്നത്? എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് മനസ്സിലായി ഈ പറയുന്ന വചനത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവചനമായിട്ട് ഉപയോഗിച്ചാൽ എൻ്റെ ഭാവി ഈ വചനമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് യഹൂദൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ബൈബിൾ തുറന്നിട്ട് സങ്കീർത്തനം വായിച്ചിട്ട് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ബൈബിൾ അടച്ചു വെച്ച് കിടന്നുറങ്ങുമ്പോൾ അവൻ ഈ പ്രശ്നങ്ങളും യുദ്ധങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും എവിടെയെല്ലാം പ്രശ്നം നോക്കുമ്പോൾ രാവിലെ എണീക്കും. നിങ്ങൾക്കറിയാം, ഒരു യഹൂദൻ അതിരാവിലെ എണീക്കും. അവൻ്റെ സിനഗോഗുകളിൽ 3 മണി മുതൽ അവൻ്റെ പ്രാർത്ഥന ആരംഭിക്കും. അറിയാമോ? അതിരാവിലെ 3 മണി മുതൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ എണീക്കും. എന്നിട്ട് അവൻ വചനങ്ങളെ ഉരുവിട്ടുകൊണ്ടിരിക്കും. ആലോചിച്ച് നോക്കി, നമ്മൾ 7 മണിക്ക് ആടി തൂങ്ങി എണീറ്റ് വന്ന് മുഖം കഴുകി നമ്മൾ റെഡിയായി ഓഫീസിൽ പോയി വല്ലപ്പോഴും ഒന്ന് ഒരു ബൈബിൾ തുറന്നൊരു വാക്യം ഒന്ന് വായിച്ച്, ചിലപ്പോൾ കാറിൽ പോകുമ്പം 2 വാക്യം ഒന്ന് വായിച്ച് വല്ലപ്പോഴും വായിച്ചാലായി, ചിലപ്പം ബ്രദർ പറഞ്ഞാൽ വല്ലപ്പോഴും വചനേറ്റ് പറഞ്ഞ് നമ്മൾ നടക്കും. അവൻ എതിരാവിലെ 3 മണിക്ക് അവൻ്റെ ജീവിതത്തിൽ എണീറ്റ് അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് വചനങ്ങളെ രാപ്പകൽ അവൻ വിളിച്ചു പറയുവാൻ തുടങ്ങും. കണ്ടോ? അതിൻ്റെ അർത്ഥം അവൻ തീരുമാനിക്കുന്നു അവൻ്റെ ഭാവിയിൽ എന്തു സംഭവിക്കാൻ പോകുന്നു. അവൻ തീരുമാനിക്കുകയാണ് എൻ്റെ വയലിൽ എന്തു സംഭവിക്കാൻ പോകുന്നു. അവൻ തീരുമാനിക്കുകയാണ് അവൻ്റെ വൃക്ഷബലവും ഗർഭബലവും അവൻ്റെ തലമുറയും എന്തായി തീരുമെന്ന് അവനാ തീരുമാനിക്കുന്നത്. കണ്ടോ? അവൻ തീരുമാനിക്കുകയാണ് എൻ്റെ ബിസിനസ് എന്തായി തീരണം. അവൻ തീരുമാനിക്കുകയാണ്. എങ്ങനെ തീരുമാനിക്കുന്നറിയാവോ? ദൈവത്തിൻ്റെ വചനം കേട്ടവൻ അനുസരിക്കുകയാണ്. ഒരു വ്യക്തി അനുസരിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? ഏറ്റു പറയുമ്പോഴാണ്. നമ്മളിങ്ങനെ വല്ലപ്പോഴും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുവല്ല, ശ്രദ്ധിക്കണം. വളരണം. നമ്മൾ ഭാവിയിൽ മുന്നോട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ ജീവിതം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്യണം, നിങ്ങൾ പണിതെടുക്കണം. നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ പണിയണം. നിങ്ങളുടെ ഫ്യൂച്ചറിനെ പണിയുവാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ദൈവവചനം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ക്രിസ്തു യേശുവിൽ ഞങ്ങളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന യുദ്ധം. ഈ പൗലോസ് തന്നെ പറഞ്ഞത് കാട്ടിലെ യുദ്ധം, കടലിലെ യുദ്ധം, കള്ള സഹോദരന്മാർ നിമിത്തമുള്ള ആപത്ത് എന്നൊക്കെ പൗലോസ് തന്നെ പറഞ്ഞത്. പക്ഷെ അവിടെയൊക്കെയും എനിക്ക് ജയം കിട്ടി. ആപത്തുകൾ എൻ്റെ മുമ്പിൽ വന്നപ്പോഴും, പ്രതിസന്ധികൾ എൻ്റെ മുമ്പിൽ വന്നപ്പോഴും, വെല്ലുവിളി കാരാഗ്രഹം എൻ്റെ മുമ്പിൽ വന്നപ്പോഴും അവിടെയൊക്കെയും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. അവിടെയൊക്കെയും ക്രിസ്തു യേശുവിൽ ഞാൻ ജയാളിയായി തീർന്നിരിക്കുന്നുവെന്ന് ഫ്യൂച്ചറിൽ പൗലോസ് പറയുക. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വചനത്താൽ നിങ്ങളുടെ ഭാവിയെ ബിൽഡ് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം സഹോദരി പറഞ്ഞ പോലെ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി ആക്സിഡന്റ് നിമിത്തം തളർന്ന് കിടക്കുമായിരുന്നു. ആ സഹോദരി നിരന്തരമാണ്, നമ്മൾ ആ സാക്ഷ്യം കേട്ടതാണ്, എനിക്കറിയാം സഹോദരി. ആ സാക്ഷ്യം സഹോദരി അവരെ നിരന്തരം വിളിച്ചു പറഞ്ഞു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. 7 ദിവസം, എനിക്കൊന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, 7 ദിവസം തുടർച്ചയായിട്ട് അവരെ ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു, യേശു നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 7-ാം ദിവസം അവരെന്ത് ചെയ്തു? തന്നെ ബെഡേ കിടന്നയാൾ തന്നെ എണീറ്റ് പോയി ടോയ്ലറ്റിൽ പോയി, പ്രായമുള്ള ആളെ ടോയ്ലറ്റിൽ പോയി സ്വന്തം കാര്യം ചെയ്തു തിരിച്ചു വന്ന് കട്ടിലേ കിടന്നു. അവർ വിളിച്ചു പറഞ്ഞു, ഇത്രയും വർഷമായിട്ട് ബെഡേ കിടന്നയാൾ എണീറ്റ് നടന്നു. എന്താ അവിടെ സംഭവിച്ചത്?
അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ എന്തായിരുന്നു? ആ ബെഡിൽ തന്നെ കിടന്ന് മരിക്കുകയായിരുന്നു പ്ലാൻ. പക്ഷേ ആ ഫ്യൂച്ചറിനെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? പുതിയൊരു ഫ്യൂച്ചറിനെ റിലീസ് ചെയ്തു. എന്താ പുതിയ ഫ്യൂച്ചർ? യേശുവിൻ്റെ തിരുമുറിവിനാൽ ആ വചനം കൊണ്ട് എന്ത് ചെയ്തു? ഒരു ഭാവി ക്രിയേറ്റ് ചെയ്തു. എന്താ ഭാവി? കിടക്കത്തില്ല, എണീറ്റ് നടക്കും. ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ വചനത്താൽ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ബൈബിൾ വായിച്ചത് കൊണ്ട് ഇതെല്ലാം കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കുറേ പ്രസംഗം കേട്ടതുകൊണ്ട് ഇതെല്ലാം കിട്ടുമെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ഈ വചനത്തെ ഉപയോഗിക്കണം, ബിൽഡ് ചെയ്യണം. ഞാൻ ആ വാക്ക കറക്റ്റ്, ബിൽഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാവി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇനി ബിസിനസ് ചെന്ന് ഇരിക്കുക. ഉദാഹരണം പറയാം, ഇന്നു മുതൽ ബ്രദറെ ഞാൻ എൻ്റെ ബിസിനസ്സിൽ അനുഗ്രഹം കാണാൻ വേണ്ടി പോവാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, ഞാൻ എൻ്റെ വിശ്വാസം തുടങ്ങിയ സമയത്ത് നമ്മൾ 2012 പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വാക്യമാണ്, കർത്താവേ ജാതികളെ അവകാശമാക്കിയും ഭൂമിയുടെ അറ്റത്തോളം കൈവശമാക്കി തന്ന കൃപയ്ക്ക് നന്ദി. ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ രാജ്യങ്ങളിൽ പോകും, ഞാൻ കർത്താവിൻ്റെ സുവിശേഷം. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനിത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയും, എനിക്കൊരു ചായ നീ മേടിച്ച് തരാമോ എന്ന് ഒരാളുടെ ചോദിക്കുന്ന അവസ്ഥ. ചോദിക്കുന്ന വെച്ചാൽ എനിക്ക് അന്ന് എൻ്റെ കയ്യിൽ 2 പേർക്കുള്ളൊരു ചായ മേടിക്കാനുള്ള ഇല്ല അന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ആ സമയത്താണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ എനിക്ക് രാജ്യങ്ങളിൽ പോയി സുവിശേഷം പറയും, അനേകടങ്ങളിൽ പോയി സുവിശേഷം പറയും. അന്നാണ് കുവൈറ്റിൽ പോയി സുവിശേഷം പറയാൻ വേണ്ടി എനിക്ക് ആദ്യത്തെ വിസ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഒരു ചാൻസും ഇല്ല, സാഹചര്യം നോക്കിയാൽ ഒരു ചാൻസും ഇല്ല. പക്ഷെ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടേയിരുന്നു, ഞാൻ മാക്സിമം ശ്രദ്ധിച്ചു, കർത്താവ് എൻ്റെ വായിൽ നിന്ന് അവിശ്വാസൻ്റെ വാക്കുകൾ വരാതിരിക്കുവാൻ. 2, ഒരു മനുഷ്യനോട് നിങ്ങൾ കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. നമ്മൾ താഴ്മ വേണം, നെഗളിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യരുത്. നമുക്കൊന്നുമല്ല, കർത്താവ് തന്നതല്ലാതെ നിങ്ങൾക്കൊന്നുമില്ല എന്ന് എപ്പോഴും ഞാൻ എപ്പോഴും എന്തുകൊണ്ടാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവം നടത്തിയ വഴികളെ മറന്നു പോകരുത്. നിങ്ങൾ എവിടെ നിന്ന് വന്നവരാ? ഇന്ന് ഇത്രയും പേരോട് സുവിശേഷം പറയുമ്പോൾ, ഇനി എത്ര ആയിക്കോട്ടെ, ആളുകളുടെ എണ്ണം ഞാൻ എപ്പോഴും പറയുന്നില്ല, ഇത്രയും പേര് സുവിശേഷം പറയുമ്പോൾ, ഞാൻ ഒരാളോട് സുവിശേഷം പറയുമ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന, കർത്താവേ ഞാൻ അനേകരോട് സുവിശേഷം പറയും, അനേക രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ കേൾക്കും. അപ്പോൾ നമ്മൾ വിശ്വാസത്താൽ എന്ത് ബിൽഡ് ചെയ്യുന്നു അത് നിങ്ങളുടെ ഭാവിയായിട്ട് മാറും, അത് നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് ദൈവം മാറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ, ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയുകയാണ്. നിങ്ങളിപ്പം ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്, നിങ്ങൾ അവിടെ പോയി ബിസിനസ് സ്ഥാപനത്തിലിരിക്കുക. ഈ വചനമാണ്. ഇപ്പോൾ വയൽ എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങൾക്ക് വയലില്ല ബ്രദറെ, എനിക്ക് അവിടെ വയലും ഇല്ല, കണ്ടോ ഇല്ല. എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്തു ആയിക്കോട്ടെ, ബേക്കറിയോ പലചരക്കോ ബിസിനസ്സോ ഏതും, ഇനി ജോലി എന്തു ആയിക്കോട്ടെ, നിങ്ങൾ ജോലി ആയിക്കോട്ടെ, അവിടെ മൊത്തം എതിർപ്പും മുഴുവൻ തകർന്നിരിക്കുക. ഇനി നിങ്ങളൊരു യഹൂദനാന്നിരിക്കട്ടെ, ഒരു യഹൂദനും നമ്മൾ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. യഹൂദനെ കടയ്ക്കാതെ വന്നിരിക്കും. അപ്പോൾ അതാണ്ട് അവിടുന്ന് അവിടുന്ന് പ്രശ്നം, പാലസ്തീൻ പ്രശ്നം, ഈ പ്രശ്നം, ഇറാഖി പ്രശ്നം, അവർ മിസൈലിടുന്നു, ഇവർ മിസൈലിടുന്നു, കച്ചവടം മൊത്തം മോശം, എപ്പോഴും യുദ്ധാണ്ട് അപ്പുറത്ത് ബോംബ് വീണ്, മിസൈൽ വീണ്, പൊട്ടിത്തെറിച്ചു, ഭയങ്കര പ്രശ്നം. അപ്പോൾ ഇവനിങ്ങനെ താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുക, ദൈവമേ എന്തിനാണോ എന്നെ സൃഷ്ടിച്ചത്? ഞാൻ തൊടുന്നിടത്തൊക്കെ നമുക്ക് പിന്നെ അത്രയും കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തോട്ട് ആരും മിസൈൽ കൊണ്ടിടുന്നില്ലല്ലോ, അവരുടെ ബിസിനസ്സിനകത്ത് മിസൈലും ബോംബും ബഹളവും ഒക്കെയാണ്. ഇവനിങ്ങനെ താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുക. ഇവർ ഇരിക്കുമ്പോഴാണ് ഇവന് ചിന്തിച്ചാ ഇപ്പം എൻ്റെ ബിസിനസ് മൊത്തം നഷ്ടമാണ്. അപ്പം നിങ്ങൾ അവിടെ പോലും പറയും, ഒരുത്തം പോലും ഒന്നും ശരിയാകുന്നില്ല, റെഡിയാകുന്നില്ല, മൊത്തം നാശമാണ്. അപ്പോഴാണ് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ കച്ചവടക്കാരെനിക്കിട്ട് കൂടോത്രം ചെയ്തു, അയാൾ എനിക്കിട്ട് എന്തോ ചെയ്തു, ഇയാൾ എനിക്കിട്ട് എന്തോ ചെയ്തു, നമ്മളിങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? നിങ്ങളിങ്ങനെ താടിക്ക് വെച്ചുകൊണ്ട് അവൻ ഇത് ചെയ്തു, അയാൾ ചെയ്തു, ഇയാൾ ചെയ്തു, അയാൾ മുട്ടയ്ക്കകത്ത് ചെയ്തു, ഇയാൾ ചായക്കകത്ത് ചെയ്തു, ഇയാൾ വെള്ളത്തിൽ ചെയ്തു, ഇയാൾ അതിൽ ചെയ്തു, ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇവൻ നേരെ തിരിച്ച, ഇവന് മനസ്സിലായി സംഭവം എന്തൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ ഇവൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവൻ രക്ഷപ്പെടണം. അതിനി ഒറ്റ വഴിയേ ഉള്ളൂ. ഇവൻ നേരെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ്റെ കൃഷിയിടം, ഇവൻ്റെ വയലിൽ പോയിട്ട് പറയും, ഞാൻ എൻ്റെ വയലിൽ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇത് പറയുമ്പോൾ ഒന്നും മാറ്റമില്ല. പക്ഷേ എന്താണെന്നറിയാവോ? ഇവൻ കണ്ണടച്ചിട്ട് കാണുന്നത് ഇവൻ്റെ വയലിൽ 100 മേനി കൊയ്ത് നിൽക്കുന്ന കൃഷിയിടം കണ്ടുകൊണ്ട് ഇവൻ പ്രാർത്ഥിക്കുന്നതും പറയുന്നതും, ഇവൻ്റെ കളപ്പുര നിറഞ്ഞിട്ട് ഇടയില്ലാതെ ഇരിക്കുന്നത് കണ്ടോണ്ടാണ് ഇവനിത് പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയാവോ? ഇവൻ ഇതാ കാണുന്നത്.
കണ്ണ് തുറന്നാൽ ഇവൻ കാണുന്നത് എന്തുവാ? കൃഷി മൊത്തം ഡ്രൈ ആയിട്ട് വെള്ളമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് കണ്ണ് തുറന്നു നോക്കുന്നത്. പക്ഷെ കണ്ണടച്ചാൽ ഇവൻ കാണുന്നത് കൃഷിയുടെ മൊത്തം നിറഞ്ഞിരിക്കുന്നത്. ഇതിനർത്ഥം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇത് ഇവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ്റെ ഫ്യൂച്ചറിൽ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവൻ ഭാവി കണ്ടോണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു വചനം പറയുമ്പോൾ എവിടെയാ തടസ്സമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഭാവി കാണുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിരാശകൾ കയറിക്കൂടും. നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷൻ കണ്ടുകൊണ്ടാണ് വചനം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകും, നിങ്ങൾക്ക് നിരാശ വരും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. നമുക്കറിയാം കർത്താവ് ഒരു മനുഷ്യൻ്റെ കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. കർത്താവ് അവന് കാഴ്ച കൊടുത്തില്ല. പകരം കർത്താവ് നിലത്ത് തുപ്പിയിട്ട് ഒരു ചെയർ ഉണ്ടാക്കി അവൻ്റെ കണ്ണിൽ കർത്താവ് പുരട്ടി. എന്നിട്ട് പറഞ്ഞു ശീലോഹോം എന്ന് പറയുന്ന കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കർത്താവിന് വേണമെങ്കിൽ കർത്താവിൻ്റെ കൈ തൊട്ട് അവൻ്റെ കണ്ണ് അപ്പം തന്നെ തുറക്കാൻ മേലായിരുന്നോ? നിങ്ങൾ പറ, തുറക്കാൻ മേലായിരുന്നോ? പറ്റുമായിരുന്നു. അപ്പൊ കർത്താവ് അത് ചെയ്തില്ല. കർത്താവ് എന്ത് ചെയ്തില്ല? അത് ചെയ്തില്ല. പകരം അവനോട് പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യുക? ശീലോഹം എന്ന് പറയുന്ന കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ, ഒന്നാലോചിച്ചു, കണ്ണ് കാണാത്ത മനുഷ്യൻ ഈ കണ്ണയിൽ കർത്താവ് നിലത്ത് തുപ്പി ചെളി ഉണ്ടാക്കി. ഒന്നാലോചിച്ചു, നമ്മൾ ഒരാൾ നിലത്ത് തുപ്പി വെള്ളത്തിൽ നിന്ന് ചെളി ഉണ്ടാക്കി കണ്ണി തൂത്തിട്ട് ഒന്നാതെ കണ്ണ് കാണത്തില്ല, അതിൻ്റെ പുറത്ത് ഈ കണ്ണയിലും കൂടെ ഇത് തൂത്ത് വെച്ചേക്കുക. പക്ഷേ ഇവൻ എന്ത് ചെയ്താൽ? യോഹന്നാൻ 9:7 ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാവേ. യോഹന്നാൻ 9:7 നിങ്ങൾ നോക്കി. അത് കഴിഞ്ഞ് നമുക്ക് ഇത് വചനം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ 9-ാം അധ്യായത്തിൻ്റെ നിങ്ങൾ പെട്ടെന്ന് ഈ വാക്യമൊക്കെ എടുത്തിരുന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതുകൊണ്ട് നിങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നോക്കി, യേശു പറയുകയാണ്, അങ്ങനെ കർത്താവ് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി അവൻ്റെ കണ്ണിൽ പൂശി. നോക്കിക്കേ, നീ ചെന്ന് ശീലോഹോം എന്ന് പറഞ്ഞ കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ശീലോഹോം എന്നതിന് അയക്കപ്പെട്ടെന്ന് അർത്ഥമായിരുന്നു. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. ശ്രദ്ധിച്ചോണം, അയൽക്കാർ മുമ്പേ ഇരിക്കുന്നവരുമായി കണ്ടവർ ഇവനല്ലോ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവർ തന്നെ എന്ന് ചിലരും പറഞ്ഞു, അങ്ങനെയുള്ളവനെന്ന് മറ്റുള്ളവരും. ചിലർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞാൽ അവർ അവിടെ നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവൻ്റെ കണ്ണയിൽ ഈ കർത്താവ് ചേറ് പുരട്ടിയപ്പം അവന് ചോദിക്കാൻ മേലെ, എൻ്റെ കർത്താവേ, ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് കഴിഞ്ഞ ദിവസം ആ ഒരു തിമായുടെ മകനായ ബർത്തിമായോട് എന്നാ പറഞ്ഞത്? നിന്റെ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവന് കാഴ്ച കൊടുത്തു. എന്നാൽ പിന്നെ എനിക്കും അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്ന് അവന് ചോദിക്കാൻ മേലെ. പക്ഷെ അവൻ എന്ത് ചെയ്തു? യേശു പറഞ്ഞതിനെ അനുസരിച്ചു. അവനറിയാം ഈ ഒരു നിലത്ത് ഒരു ചേറ് കണ്ണി തൂത്ത. നിങ്ങൾ പറഞ്ഞ ഈ ഇസ്രായേലിലുള്ള ചേറെടുത്ത് അല്ലെങ്കിൽ നിലത്തെ പൊടിയെടുത്ത് ഇച്ചിരി വെള്ളം തൂത്ത് കണ്ണി തൂത്ത കണ്ണ് ഉള്ള കണ്ണ് പോവോ അതോ കാഴ്ച കിട്ടുമോ? നിങ്ങൾ പറ. കണ്ണിൽ ഇച്ചിരി പൊടി വീണാൻ എന്നാ സംഭവിക്കുന്നത്? നമുക്ക് ഉള്ള കണ്ണും കൂടെ പോകുന്നവനറിയാം. കണ്ണിലൊരു പൊടി വീണാത്തോടെ നമുക്ക് എന്നാ ബുദ്ധിമുട്ടാ. അപ്പം ഉണ്ടായിരുന്ന നിലത്തും കുറച്ചും ഉണ്ടായിരുന്ന പൊടിയെല്ലാം കൂടെ കുഴച്ച് യേശുക്രിസ്തു കണ്ണിലും കൂടെ പുരട്ടിയ ഉള്ള കണ്ണും കൂടെ പോകത്തുള്ളൂ അവൻ അറിയാം. എൻ്റെ അർത്ഥം ഉള്ളതും കൂടെ പോകുന്ന മാനുഷിക ബുദ്ധിയിൽ അറിയാം. പക്ഷെ യേശുക്രിസ്തു അത് ചെയ്തതുകൊണ്ട് അവൻ ഉറപ്പാണ് ഈ കണ്ണ് കൊണ്ട് കഴുകുമ്പോൾ അവിടെ അത്ഭുതം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു അവൻ്റെ കണ്ണിൽ അത് തൂത്തപ്പം കാഴ്ച കിട്ടിയില്ല. അവൻ എപ്പോഴാണോ യേശു പറഞ്ഞതുപോലെ ശീലോഹോമിൽ പോയി കഴുകുക, അപ്പം കഴുകുമ്പോഴാണ് നിനക്ക് സൗഖ്യം. അത് കാരണം നീ ചെയ്യുമ്പോഴാണ് സൗഖ്യം, അപ്പോഴാണ് നിനക്ക് അത്ഭുതം നടക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ പറയുക, നിങ്ങളുടെ ഫ്യൂച്ചർ കണ്ടുകൊണ്ട് പറയുക, അത് നിങ്ങളുടെ മേൽ സംഭവിച്ചിരിക്കും. അങ്ങനെ ചെയ്യും നിങ്ങൾ. അല്ലാതെ നിങ്ങൾ വിഷമം വരുമ്പോൾ മാത്രം വചനം പറയാതെ ഒരു ശീലവാക്ക്. ഞാൻ പറഞ്ഞു, യഹൂദൻ 3 മണിക്ക് എണീറ്റ് വചനം പറയും, പിന്നെ ഉറക്കമൊന്നും ഇല്ല അവർക്ക്. അപ്പോൾ അവൻ്റെ ഒരു മൈൻഡ് സെറ്റപ്പ് ആലോചിച്ച് നോക്കി. അനുഗ്രഹിക്കപ്പെടണം എന്നൊരു വാശി അവനുണ്ട്. അവൻ്റെ മുഴുവൻ പ്രതികൂലമെന്ന് ഓർത്തോണം. ഞാൻ ഈ എല്ലാ യഹൂദനെ അല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കരുത്, എല്ലാ യഹൂദനെ അല്ല, പെറുപെറുക്കുന്നതല്ല. ദൈവത്തോട് പറ്റിയിരിക്കുന്ന മക്കളുണ്ട് ദൈവത്തിൻ്റെ. അവരെപ്പറ്റി ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്നത് എല്ലാ യഹൂദനെ പറ്റിയല്ല, ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ പറ്റിയാണ് പറയുന്നത്. കാര്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ചില പെറുപെറുപ്പുകാരുണ്ടല്ലോ, അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ദൈവത്തോട് പറ്റിയിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അകത്തൊരു വാശി വന്ന് ഈ പ്രതിസന്ധിയിൽ എനിക്ക് വളരണം. അവൻ എന്ത് ചെയ്തു? തീരുമാനമെടുത്തു. അവൻ എല്ലാ ദിവസവും ഒരു സമയം മാറ്റിവെച്ചു. നിങ്ങളൊരു സമയം മാറ്റി എണീക്കും. ഇനി 7 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ, 6 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ, 5 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ എത്ര ആയിക്കോട്ടെ, 1/2 മണിക്കൂർ മാറ്റിവെക്ക്.
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായും ഭൗതികമായും വർധനവ് ലഭിക്കുന്ന വചനങ്ങളെ എടുത്തു വെച്ച്, ഞാൻ നിങ്ങളോട് നിങ്ങൾ ചില പറയാം, അപ്പോൾ ബ്രദറെ 3 മണിക്ക് എണീക്കണോ? ഒന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ചിലർ എണീറ്റ് പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. ചിലർക്ക് 3 മണിക്കൊക്കെ എണീറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യേണ്ട. അങ്ങനെ പറ്റുന്നവരുണ്ടെങ്കിൽ സന്തോഷം. എനിക്ക് പറ്റുന്നില്ല, കർത്താവിൻ്റെ കൃപയിൽ. നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷം. അതിന് പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ എണീറ്റ് പ്രാർത്ഥിച്ചു. ഞാൻ അതിനായിട്ട് ആരും നിർബന്ധിക്കുന്നില്ല, പ്രത്യേകിച്ച് ജോലിക്ക് പോകേണ്ടവനാണ്. ഇനി അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുമില്ല, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷേ എങ്കിലും എല്ലാ ദിവസവും 1/2 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞതാണ് 1/2 മണിക്കൂർ ഒന്ന് മാറ്റിവെക്ക് എല്ലാ ദിവസവും. ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയാം, ഞാൻ ബിൽഡ് ചെയ്യുകയാണ്, എൻ്റെ ഫ്യൂച്ചറിനെ ഞാൻ നിർമ്മിക്കുകയാണ്. ഞാൻ ഉറപ്പായിട്ടും പറയാം, ഇങ്ങനെ നിങ്ങൾ ആത്മീയമായും ഭൗതികമായും ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, മുഴുവൻ വചനങ്ങൾ എടുത്തു വെച്ച് അത് കണ്ണടച്ചുകൊണ്ട് ഫ്യൂച്ചർ കണ്ടുകൊണ്ട് ഒന്ന് പറഞ്ഞ്, എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞ്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വരും ദിവസങ്ങൾ, മാസങ്ങൾ, സമയങ്ങൾ, വർഷങ്ങൾ നിങ്ങൾ പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ. നിങ്ങളൊന്ന് സീരിയസ് ആകണം. അല്ലാതെ 2 ദിവസം പറഞ്ഞ് 3 ദിവസം പറഞ്ഞ് നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് എങ്ങനെയാണ്? ഡോക്ടർ, നിങ്ങൾക്കറിയില്ല, വേദനയുണ്ട്, നമുക്ക് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാതിരിക്കുമോ? നമ്മൾ കറക്റ്റ്, നമ്മൾ മിടുക്കന്മാരാണ്. നമ്മൾ പറയാം, ബ്രദറെ എനിക്ക് സമയമൊന്നുമില്ല. ഒരു മരുന്ന് മേടിക്ക്, 100-300 രൂപ കൊടുത്ത് ഒരു മരുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് നോക്കി, കറക്റ്റ് സമയത്ത് ആരും പറയണ്ട, മേടിച്ച് അതിൻ്റെ കാശ് മുടക്കി മേടിച്ചതാണ്. അതുകൊണ്ട് 3 നേരം നമ്മൾ മുടങ്ങാതെ കഴിക്കും. ഇതേപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം എൻ്റെ ആവശ്യമാണ്. വാക്തത്വം പ്രാപിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു. ഒരു മരുന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ ആവശ്യമാണോ? ഡോക്ടറുടെ ആവശ്യമാണോ നിങ്ങൾ മരുന്ന് കഴിക്കുക എന്നുള്ളത്? പറ, ഡോക്ടറുടെ ആവശ്യമാണോ? നമ്മുടെ ആവശ്യമാണ്. ഇതുപോലെ തന്നെ വാക്തത്വം പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ആവശ്യം ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് എൻ്റെ വാക്തത്വമാണ്, അത് പ്രാപിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അത് വളരെ അനുഗ്രഹമാണ്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ചോദിക്കും, ഒരു സമയം ക്രിയേറ്റ് ചെയ്യുക. ഞാനും ആഗ്രഹിക്കുന്നു, ഇന്ന് മുതൽ നമ്മളൊരു 1/2 മണിക്കൂർ, ഏറ്റവും 15 മിനിറ്റ് നിങ്ങൾക്ക് സമയം ഒട്ട് കണ്ടെത്തണം കേട്ടോ, കണ്ടെത്തണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മുടെ ഭാവിയെ പണിയുക, നിങ്ങളുടെ തലമുറകളുടെ ഭാവിയെ നിങ്ങൾ പണിതെടുക്കുക. ഒരു ഇതും പേടിക്കണ്ട. പ്രസൻറ്റ് നിങ്ങളുടെ വർത്തമാനം ഇപ്പം നിങ്ങൾക്ക് എന്ത് അത് നോക്കി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കരുത്. അത് നോക്കുമ്പോഴാണ് നമുക്ക് വിഷമം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെയാണ് നമ്മൾ യഹൂദനെ പഠിക്കേണ്ടത്. അവൻ്റെ മുമ്പിൽ മുഴുവൻ പ്രശ്നവശം. അവൻ പറഞ്ഞത് ലോകത്തിൽ ഞാൻ നമ്പർ 1 ആവുന്നു. കാര്യം ബൈബിൾ പറയുന്നു, നീ ലോകത്തിൽ അനുഗ്രഹമായി തീരും, നീ പട്ടണത്തിൽ അനുഗ്രഹമായി തീരും, നീ സകല ജാതികൾക്ക് മീതെ ഉന്നതനായി തീരും. കണ്ടോ, അവൻ അതാ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. സകലരെ അടക്കി വാഴും. അതിലേക്ക് ഒരു കാലത്തിൽ അവൻ എത്തിപ്പെടും. കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ എത്തിപ്പെടും. അപ്പോൾ അതിലേക്ക് അവൻ പൊക്കോണ്ടിരിക്കുക, വാക്തത്വം പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു അതിനെ ഇന്ന് കണ്ടുകൊണ്ട്, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി, നമ്മൾ പ്രവചന ആലോചനയിലൂടെ ഭാവിയിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി പോവാണ്. ഇത്ര നേരം നമ്മൾ വചനത്തിലൂടെ. അപ്പോൾ എത്ര പേര് തയ്യാറാണ്? ഞാൻ ഇടയ്ക്ക് ഇനി അതൊന്ന് ചോദിക്കാൻ ഞാൻ ഒരാളെ ഏർപ്പെടുത്തുവാണ്. ഇന്ന് എത്ര പേര് 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റ് ഒന്ന് ശ്രമിക്കുക. തുടക്കമല്ലേ, നമുക്കൊരു 15 മിനിറ്റോ 10 മിനിറ്റോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അലാം അങ്ങ് വെക്കണം. ഇപ്പം ഉദാഹരണമാണ് 7 മുതൽ 7:10 വരെ അല്ലെങ്കിൽ 7:15 വരെ ഞാൻ അപ്പം നമുക്ക് ഇഷ്ടംപോലെ പറയാനുണ്ടല്ലോ, ചുമ്മാ പറയരുത്, കണ്ടുകൊണ്ട് വേണം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാം, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ നടുവിൽ എൻ്റെ പ്രജകരെയും. കുഞ്ഞുങ്ങളുടെ പേര് ഞാനിപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ പേര് പറയാം, ജോഷുവേ, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും, ഞാനത് കേൾക്കും. കണ്ടോ, ഇനി എൻ്റെ ദൈവമോ 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിലേക്ക് പൂർണ്ണമായും തീർത്ത് തന്നിരിക്കുന്ന മിറക്കിൾ പണി കാണും. ഇനി അടുത്തത് ആത്മീയമായിട്ട് 9 കൃപാവരങ്ങളും ഞാൻ രോഗശാന്തി എന്നിലൂടെ കാണും. അനേക രോഗികൾ എന്നിലൂടെ സൗഖ്യമാകും. അനേക തകർന്ന കുടുംബങ്ങൾ എന്നിലൂടെ പുറത്തു വരും. അനേക ആത്മഹത്യയിലൂടെ പോകുന്ന കുടുംബങ്ങൾ, തകർച്ചയുടെ കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്നിലൂടെ പുറത്തു വരും. അനേക കൂട്ടമായി. അങ്ങനെ ഓരോ വാക്തത്വങ്ങൾ നിങ്ങൾ സ്വന്തമായി കണ്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ രോഗിയായി കിടക്കത്തില്ല. കാണണം, ദിവ്യ ആരോഗ്യത്തോടെ ഞാൻ എല്ലായിടത്തും പോയി. എനിക്ക് എത്ര 100 വയസ്സ് ദൈവം ആയുസ് തരും, ആ 100 വയസ്സ് വരെ ഞാൻ ബെഡേ കിടക്കത്തില്ല. ഞാൻ ഓടി നടന്ന് സുവിശേഷം പറയും, അനേകരോട് യേശുവിനെ പറ്റി പറയും. എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, അവർ ദൈവത്തിൻ്റെ സാക്ഷികൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഏറ്റവും കുറഞ്ഞതൊരു 15 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും വേണ്ട, 15 മിനിറ്റ് പറയണം. എന്നോടും നിങ്ങൾ നമുക്ക് അതിന് വേണ്ടി തന്നെ വേണമെങ്കിൽ അങ്ങനെ തയ്യാറാകുന്നവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തേക്കാം. ചുമ്മാ അതിൻ്റെ അകത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയം ഇടരുത്. അതിൻ്റെ അകത്ത്
അങ്ങനെ റെഡി ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പറയാൻ വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ് വേണേൽ ക്രിയേറ്റ് ചെയ്തൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിൽ ചുമ്മാ ആവശ്യമില്ലാത്ത മെസ്സേജുകളും അതിനകത്ത് ആവശ്യമില്ലാതെ ഓരോന്നിടയിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്കങ്ങ് പോകും. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നല്ല, നമ്മൾ ഭാവിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഇടാൻ വേണ്ടി പോവാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പങ്കുചേരാം. നമ്മൾ അങ്ങനെ വേണം നമുക്ക് നിർമ്മിക്കാം. എനിക്ക് എല്ലാ ദിവസവും ലൈവിൽ വന്ന് അങ്ങനെ പറയണമെന്നാകുന്നുണ്ട്. പക്ഷേ നമ്മൾ തമ്മിൽ സമയവ്യത്യാസങ്ങളുള്ളതുകൊണ്ടാണ് ലൈവിൽ വരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ലൈവിൽ വന്നേനെ. അപ്പം നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസ പ്രഖ്യാപനങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിലുപരിയായിട്ട് നമുക്കിപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നത് ഇനി ഫ്യൂച്ചറുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഏത് ഫ്യൂച്ചർ? രോഗത്തിൻ്റെയും കഷ്ടതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഫ്യൂച്ചറുകളെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുക. എന്നിട്ട് പുതിയൊരു ഭാവി തുറക്കാൻ വേണ്ടി പോവുക. അത്ഭുതത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഉയർച്ചയുടെയും ഭാവി. അപ്പോൾ ബിസിനസ്സുകാർ ചെയ്യുന്നവർ കേട്ട് നോക്കി, ജോലിയിൽ ചെയ്യുന്നവർ നോക്കിക്ക്, നിങ്ങൾക്ക് എൽക്ക പറയാനുള്ള വചനം ഞാൻ പറഞ്ഞു വന്നു. ഇനി പ്രത്യേകം വാക്യങ്ങളില്ല. വരും ദിവസങ്ങളിൽ നമ്മൾ അതിനുള്ള എക്സ്ട്രാ എടുക്കുന്നുണ്ടെങ്കിലും ഇത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കച്ചവടം മടുപ്പാന്ന് പറഞ്ഞിരിക്കരുത്, കച്ചവടം മടുപ്പാന്ന് പറയരുത്. കച്ചവടം നമുക്ക് മടുപ്പാകുമ്പം ഇസ്രായേലിനെ ഓർത്താൽ മതി. മിസൈൽ വീഴുമ്പോഴും അവന് പലചരക്കടയുണ്ട് അവിടെ, ബോംബ് പൊട്ടുമ്പോഴും അവന് ബേക്കറി അവിടെയുണ്ട്, ബോംബ് പൊട്ടി എല്ലാം തെറിച്ചു പോകുമ്പോഴും അവൻ്റെ ബിസിനസ് അവിടെ തന്നെയുണ്ട്, അവൻ അതിൽ അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇതിനേക്കാൾ എത്രയോ നല്ലതല്ല. നമുക്കൊന്നില്ലെങ്കിലും ആൾക്കാർ വരുന്നില്ലല്ലോ എന്ന സങ്കടമല്ലേ ഉള്ളൂ. മിസൈലൊന്നും വീഴുന്നില്ലല്ലോ, ബോംബൊന്നും വീഴുന്നില്ലല്ലോ, നമുക്ക് കുറച്ച് ആൾക്കാരും ഇല്ല, ഇച്ചിരി സാമ്പത്തികമായിട്ട് ഞെരുക്കമുണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആണ്, കുറച്ചും കൂടെ നമുക്ക് ബലമാണ്, അപ്പം നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഒന്ന് ഉപേക്ഷിച്ച് എന്നിട്ട് അവൻ 3 മണിക്ക് പ്രാർത്ഥനയ്ക്ക് എണീക്കും. ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും സിനഗോഗുകളിൽ അവൻ എന്ത് ചെയ്യും? 3 ആകുമ്പോൾ എണീറ്റ് വരും. ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും നമ്മളാണെങ്കിൽ ഒരു പ്രശ്നം നടന്നാൽ പിന്നെ ദുഃഖമാണ്, നമ്മൾ എണീക്കത്തുമില്ല, ദൈവസന്നിധി പരാതി പറയും. അവന് മനസ്സിലായി പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രതിസന്ധികളെ ഓവർകം ചെയ്യണം. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പറയണം, എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് അത്ഭുതം കണ്ടേ പറ്റത്തുള്ളൂ, എനിക്ക് ഈ വിഷയത്തിൻ്റെ മേൽ പ്രവൃത്തി ഉണ്ടായേ പറ്റത്തുള്ളൂ. കാര്യം ഞാൻ ദൈവത്തെ വിളിക്കുന്നവനാണ്. നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് വന്നോണം, ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ അലയും, ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. സ്വന്തമായിട്ട് പറയണം, ദൈവത്തെ വിളിക്കുന്ന എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ക്ലെയിം ചെയ്യണം, കർത്താവെ ഞാൻ ദൈവത്തെ വിളിക്കുന്ന എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ലപ്പാ, ഒരു പ്രതികൂലം എന്നെ തൊടത്തില്ല, ഞാൻ ദൈവത്തെ വിളിക്കുന്നവനാ. സ്വന്തമായിട്ട് പറയാം, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നവനാ. പ്രതിസന്ധിക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ല. ആ പ്രശ്നത്തോട് പറഞ്ഞു, നിനക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയേ പറ്റത്തുള്ളൂ. ബൈബിൾ അങ്ങനെ പറയുന്നു. ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടാതാലെയും ദൈവത്തെ വിളിക്കുന്നവനും ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ആമേൻ. വരത്തില്ല, വരത്തില്ല, വരത്തില്ല. അത് ക്ലെയിം ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പോരും, നമ്മൾ പ്രവചന വരത്തിലേക്കും കൃപാവരത്തിലേക്കും പോകുന്ന സമയമാണ്. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വരാൻ പോകുന്ന മീറ്റിങ്ങുകൾ ഫെബ്രുവരി അറിയാമല്ലോ, മീറ്റിങ്ങുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ വരും ദിവസങ്ങളിൽ അന്യഭാഷ വരം ലഭിച്ചവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വരാൻ പോകുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി അല്പനേരം ആഴ്ചയിൽ കുറച്ച് ദിവസം സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പുണ്ട്, അത് നിങ്ങൾക്ക് പങ്കുചേരാം. അന്യഭാഷ വരം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞിരിക്കുകയല്ലേ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. ദൈവത്തോട് പറയണം, അതിനുവേണ്ടി വാഞ്ചിക്കണം. അത് നിങ്ങളുടെ വായിൽ വന്നിരിക്കും. നിങ്ങൾക്ക് അതിലേക്ക് നമുക്ക് പോകാം. അപ്പം കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ വലിയ വിതകൾ യേശുവിൻ്റെ നാമത്തിൽ വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മൾ ഇത് പിരിവല്ല, കർത്താവിൻ്റെ വേലയിൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് വിതയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വിതച്ചിട്ട് ആ കസേരയിൽ വന്നുകൊണ്ട് ഒരാളിരുന്നാൽ, ആ വ്യക്തിയെ ഇരുത്തിയാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കാണ്. അപ്പോൾ എൻ്റെ വിധയെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിന് പിരിവ് കൊടുക്കുകയല്ല, കർത്താവിന് ഞാൻ ഇട്ട് ദാനം കൊടുക്കുകയല്ല, ഞാൻ കർത്താവിന് ചുമ്മാ കൊണ്ടുവന്ന് ഇടുവല്ല. ഇത് ഏറ്റവും നല്ലത് വിതയ്ക്കുക, ഏറ്റവും ബെസ്റ്റ് വിതയ്ക്കുക. കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവൻ കൊയ്യും. ഇതിൻ്റെ തുകയല്ല വിഷയം, കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവൻ കൊയ്യും. ഇത് വിത്താണ്. വിത്ത് എത്ര ഇടുന്നു അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊയ്യുവാൻ കഴിയും. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു, വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ കഴിയത്തില്ലെങ്കിലും ഞാൻ എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ വരാൻ പോകുന്ന മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ വിതകളൊക്കെയും ലോകരാജ്യങ്ങളിൽ നടക്കാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഇതൊരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് അതുപോലെ തന്നെ പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, നിങ്ങൾക്ക് പിന്നെയും വിതയ്ക്കുവാൻ നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ആ രോഗത്തിൻ്റെ ഭാവിയെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാം.
ആ രോഗഭാവിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം എല്ലാവരും പറ യേശുവിൻ്റെ തിരുമുഖം ഇപ്പം നിങ്ങൾക്ക് സൗഖ്യം കാണാൻ പറ്റും. ഇപ്പം നമ്മളതൊന്ന് ബ്രേക്ക് ചെയ്യാം. ഇനി ഇത് പറയണം, ഞാൻ രോഗിയാകാനല്ല യേശു ക്രൂശിൽ മുറിവേറ്റത്. കർത്താവിൻ്റെ മുറിവ് എന്നോട് പ്രവചിക്കുകയാണ്. ശ്രദ്ധിച്ച്, എന്നോട് പ്രവചിക്കുകയാണ്, നിൻ്റെ രോഗം മാറിയിരിക്കുന്നു. അങ്ങനെ കേട്ടെ എല്ലാവരും. എൻ്റെ രോഗം യേശു വഹിച്ചു. പറ, എൻ്റെ രോഗം യേശു വഹിച്ചു, എൻ്റെ വേദന യേശു വഹിച്ചു. ഇങ്ങനെ പറ, എൻ്റെ ക്യാൻസർ യേശു വഹിച്ചു, എൻ്റെ ആ മുഴ യേശു ക്രൂശിൽ വഹിച്ചു, എൻ്റെ വേദന യേശു വഹിച്ചു, എൻ്റെ ഈ ഞരമ്പുകളുടെ ബുദ്ധിമുട്ട് യേശു, സാക്ഷാൽ യേശു നമ്മുടെ രോഗത്തെ വഹിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം നിങ്ങളുടെ രോഗം എന്നാന്ന്. എൻ്റെ ക്യാൻസർ വഹിച്ചു എന്ന് പറ, എൻ്റെ മുഴകൾ യേശു വഹിച്ചു എന്ന് പറ, എൻ്റെ കിഡ്നി രോഗം യേശു വഹിച്ചു, എൻ്റെ ഹാർട്ട് രോഗം യേശു വഹിച്ചു, എൻ്റെ അസ്ഥികളുടെ രോഗം യേശു വഹിച്ചു, എനിക്ക് ദിവ്യ ആരോഗ്യം വരാൻ വേണ്ടി എൻ്റെ പ്രഷറും ഷുഗറും ട്യൂമറും യേശു ക്രൂശിൽ വഹിച്ചു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദീർഘായുസുണ്ട്, ഡിവൈൻ ഹെൽത്ത് ഉണ്ട്, ദിവ്യ ആരോഗ്യം. എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഡിവൈൻ ഹെൽത്ത് നമ്മളിലേക്ക് സംഭവിക്കുക. ഡിവൈൻ ഹെൽത്ത് സംഭവിക്കുകയാണ്. ദിവ്യ ആരോഗ്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഡിവൈൻ ഹെൽത്ത് നമ്മുടെ അവകാശമാണ്. ഈ നിമിഷം പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേദനകൾ വിട്ടുമാറുന്നു, മുഴകൾ അപ്രതീക്ഷമാകുന്നു, നടക്കാൻ കഴിയാത്തവർ നടക്കും കേട്ടോ. വോക്കറൊക്കെ എടുത്ത് ദൂരക്കള. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നടന്നേ. ആ കിടക്കെ കിടന്ന് ഇങ്ങനെ സുഖിച്ചിരിക്കാതെ യേശുവിൻ്റെ നാമത്തിൽ പറ. ഇത് സുഖം പറ്റും. ഞാൻ സുഖം എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോണം. രോഗം നിങ്ങളെ സുഖിപ്പിക്കുക. കിടക്കുക. പറ, എനിക്ക് രോഗമേ നീ തരുന്ന സുഖത്തിൽ എനിക്ക് കിടക്കണമെന്ന് പറ. രോഗത്തിൻ്റെ സുഖം എനിക്ക് വേണ്ട, എനിക്ക് സൗഖ്യത്തിൻ്റെ സുഖം മതി. സൗഖ്യത്തിൻ്റെ സുഖം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ പറ്റത്തില്ല, നടന്നോണം. ഇതാ സുഖം. നിങ്ങൾ നടന്നോണം, യേശുവിൻ്റെ സാക്ഷിയായിട്ട് നടന്നോണം. രോഗം തരുന്ന സുഖം കിടപ്പിക്കുക, എന്നെ കിടത്തുക രോഗിയായിട്ട്. ആ സുഖം എനിക്ക് വേണ്ട. യേശുവിൻ്റെ സൗഖ്യം എനിക്ക് മതി. ദിവ്യ ആരോഗ്യം മതി. ദിവ്യ ആരോഗ്യം എൻ്റെ അവകാശമാണ്. പറ, സൗഖ്യം എൻ്റെ അവകാശമാണ്. ഈ നിങ്ങൾ പോയിട്ട് ഞാൻ വരുന്ന മീറ്റിങ്ങിനെല്ലാം ചോദിക്കും, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കുന്നവരാണ് നിങ്ങൾ. ആ വേദന നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നപ്പോൾ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കടഭാരമുള്ളവർ ഞെരുക്കത്തെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ദിവ്യ ആരോഗ്യത്തിലും സമൃദ്ധിയിലും ഞങ്ങൾ ഇരിക്കും. വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളുടെ പുറകെ വരും. ഞങ്ങൾ കർത്താവ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ അത്ഭുതം എന്നവിടെ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ, കൃപ പെരുകുന്നല്ലോ അപ്പ. ഈ നിമിഷം അത്ഭുത സൗഖ്യത്തെ കൽപ്പിക്കുന്നു. അത്ഭുത സൗഖ്യത്തെ യേശു രോഗം വഹിച്ചതാ. പറ, യേശു വേദന വഹിച്ചതാ. കർത്താവെ, അങ്ങ് തൊട്ട് അങ്ങ് അത്ഭുത സൗഖ്യം കൊടുത്തിന് നന്ദി പറയുന്നപ്പ. അത്ഭുത സൗഖ്യം ലഭിച്ച് നന്ദി പറയുന്നപ്പ. ഈ സമയത്ത് രോഗം നിങ്ങൾക്ക് ശരീരത്തിൽ മാറിയെന്ന് ഉറപ്പുള്ളവർ, വേദന പൂർണ്ണ സൗഖ്യം കിട്ടിയവർ, ഇപ്പം കുഴപ്പമില്ല എന്ന് പറയുന്നവർ പിന്നെയും പ്രാർത്ഥിക്കണം. പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. എനിക്കത് പൂർണ്ണ സൗഖ്യമായി. ഇപ്പം വേദനയില്ല, രോഗമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറയാനുള്ള അവസരമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ആ എന്റെ പേര് ഗീത. ആ, കേക്കുണ്ടോ ബ്രദർ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഇന്നലെ ബ്രദർ പറഞ്ഞിരുന്നില്ലേ കാലിന്റെ ഉപ്പുറ്റി വേദന എന്ന് പറഞ്ഞിരുന്നില്ലേ, അത് സൗഖ്യമാവെന്ന് പറഞ്ഞപ്പോ എനിക്കത് നന്നായിട്ടുണ്ടായിരുന്നു. അതിപ്പോ സൗഖ്യമായിട്ടുണ്ട്. ഇപ്പൊ ഈ വേദന തീരില്ല, എനിക്ക് പൂർണ്ണമായിട്ട് മാറി. എത്ര നാട്ടിലുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? അത് കൊറേ നാളായി ബ്രദറെ. അത് ഇപ്പൊ വേദനയില്ല. വേദനയില്ല. ആമേൻ. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകരോട് പോയി സാക്ഷ്യം പറഞ്ഞ് സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ കൊല്ലം കടയ്ക്കൽ നിന്ന് ഷീലയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച 9:30 ഇതുപോലെ മീറ്റിംഗിൽ ഇരുന്നപ്പോ ഇവിടെ പട്ടികൾ ഭയങ്കര കുരയിലായിരുന്നു. ഓരോ കാര്യത്തിനും ഓരോ രീതിയിലാണ് കുരയ്ക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് എന്തിനിങ്ങനെ കുരയ്ക്കണം, പന്നി എങ്ങനെ കണ്ടുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ, പരിസരത്ത് വേറെ ആരുമില്ല. ഞാൻ ഇറങ്ങി ലൈറ്റും എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരിടത്തോട്ട് നോക്കി കുരയ്ക്കണം. എന്തായാലും ഒരു ശകലം മണ്ണെണ്ണ എടുത്തു, ലൈറ്റും എടുത്തുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അണലിയാണോ പെരുമ്പാമ്പാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു തവളയുടെ തല പോലെ ഒരു തലയും മണ്ണിന്റെ നിറത്തിൽ പുള്ളിയുള്ള ഒരു സാധനം അവിടെ ഇരിക്കുന്നു. ഒരു 1/2 ബക്കറ്റോളം പൊക്കമുണ്ട്, ചുരുണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് ദൈവം എനിക്ക് ബലം തന്നു. ഞാൻ അവിടെ ധൈര്യത്തോടെ തന്നെ മണ്ണെണ്ണ കുടഞ്ഞ് അത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്കത് ഒന്നും കൊണ്ടും ബാധിക്കാതെ ദൈവം അതിനെ മാറ്റിവിട്ടു. എനിക്ക് അതിനുള്ള ബലവും ശക്തിയും ദൈവം തന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് എന്ന് പറഞ്ഞ പോലെ വലിയൊരു അനർത്ഥം ദൈവം അവിടെ നിന്ന് വിടിവിച്ചു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു ആപത്തായി തീരേണ്ടതായിരുന്നു. കർത്താവ് അവിടെ സൂക്ഷിച്ചതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എൻ്റെ കർത്താവിൻ്റെ ഉള്ളിൽ ഒരു ദിവ്യ എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുകയാണ്. ദിവ്യ എന്ന് പറയുന്ന ആ മോളുടെ ഭാവിയിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുകയാണ്. ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ ബ്രദറെ, എന്റെ നാമത്തിൽ അനിയത്തിയാണ്. ബ്രദർ ദിവ്യ. അന്ന് ഓർമ്മ എന്റെ മകളാണ് ദിവ്യ. ഒരു മിനിറ്റ് ഞാനൊരു അടയാളം കർത്താവിൻ്റെ പറയുന്നൊരു വാക്കുണ്ട്. ഈ പ്ലാവ് ഉണ്ടല്ലോ, പ്ലാവ് നമ്മുടെ വീടിൻ്റെ കയറി വരുമ്പോൾ, അതായത് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പം ഇടതുവശത്തായിട്ട് ഒരു പറമ്പിൽ ഒരു പ്ലാവ് നിൽക്കുന്ന ഒരു വീടായിട്ടാണ് ഞാൻ കാണുന്നത്. ആ വീട്ടിലാണ് ഈ തലമുറയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട മകളാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ ഇടയായിത്തീരും. അതാരാ? ഞങ്ങൾ ചർച്ചിൽ വരുന്നൊരു കുട്ടിയാണ്. അവരുടെ വീടിന്റെ പുറത്ത് ഇറങ്ങുമ്പോൾ ഒരു പ്ലാവ് ഉണ്ട്. ആ മകൾക്ക് കുറെ ആയി വിവാഹം നടക്കാതെ കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിരിക്കുകയാണ്. അവര് ഭയങ്കര പ്രയാസത്തിലിരിക്കുകയാണ്. ഈ പറഞ്ഞ അടയാളങ്ങൾ എല്ലാ വീട്ടിലുണ്ടോ സിസ്റ്ററെ? ഇതുപോലെയാണ് ഇരിക്കുന്നവരുടെ വീട് ഉണ്ട്. എന്നാൽ ഏറ്റെടുത്തവരോട് പറയണം, കർത്താവ് ഇന്ന് ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കാൻ പോവാന്ന് പറഞ്ഞോണം. കർത്താവ് അത് വലിയൊരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ. ഈ സമയത്ത് രോഗം മാറിയവരുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക. രോഗം മാറിയവരുണ്ടെങ്കിൽ ഈ സമയം സാക്ഷ്യങ്ങൾ പറയാം. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ വേദനയിൽ നിന്ന് മോചനം ലഭിച്ചവർക്ക് നിങ്ങൾ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ പറയണം, രോഗത്തിനോ വേദനയ്ക്കോ എൻ്റെ മേൽ അവകാശമില്ല. ആരോഗ്യമാണ് എൻ്റെ അവകാശം, സൗഖ്യമാണ് എൻ്റെ അവകാശം. ചെക്ക് ചെയ്തിട്ട് മാറ്റമുള്ളവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് ഇന്ന് അതോടൊപ്പം തന്നെ എന്നെ ഒരു ഭവനം കർത്താവ് ഇങ്ങനെ കാണിച്ചു തരുവാണ്. ആ ഭവനത്തിൽ ഞാൻ കാണുന്നത് നമ്മുടെ ഈ ബിഗ് ഷോപ്പർ ഉണ്ടല്ലോ, ഈ കവർ നമ്മൾ കടയിലൊക്കെ പോകുന്ന ബിഗ് ഷോപ്പർ, ഇതിങ്ങനെ മെയിനായിട്ട് കയറി വരുന്ന ഹോളിൽ ഈ ബിഗ് ഷോപ്പർ ആണിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വീടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അടുക്കള വശത്തേക്കാണ് തൂക്കുന്നത്. പക്ഷേ ഈ ഒരു ബിഗ് ഷോപ്പർ ഇത് കടകളിൽ ഉപയോഗിക്കുന്ന ബിഗ് ഷോപ്പർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ സഞ്ചി പോലെ വലിയ ബിഗ് ഷോപ്പർ പ്ലാസ്റ്റിക്കിൻ്റെ, അതിങ്ങനെ ഹോളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വീടാണ് കർത്താവ്. ഞാൻ ആ ഹോളാണ് സ്പെസിഫിക്കായിട്ട് കാണുന്നത്. ആ ഹോളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. എപ്പോഴും ആ ഒരു വ്യക്തിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഹോളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ആ ഹോളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി. ഞാനതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഈ മാസികകൾ, അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ പോലത്തെ മാസികകൾ ആ ഒരു ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ. കർത്താവിനോട് പറയുന്നു, ആ വീടിൻ്റെ അകത്ത് തന്നെ ദൈവം ഒരു വാക്ക് പറയുന്ന നാളുകളായിട്ട് കയറിക്കൂടിയ ഞെരുക്കങ്ങളെ കർത്താവ് വലിയൊരു വിശാലതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ദൈവം അവിടെ അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ ഭവനം എന്നെ കേൾക്കുന്നുവെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളുടെ ഭാവിയെ തൊടുകയാണ്. നാളിതുവരെ നിങ്ങൾ അനുഭവിച്ച സകല ഞെരുക്കങ്ങളെ കർത്താവ് എടുത്ത് മാറ്റുകയാണ്. തന്നെ ഇപ്പോൾ നിങ്ങൾ മ്യൂട്ട് മാറ്റല് കർത്താവ് ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞോ. ഇന്നലെ ഒരു കാര്യം ബ്രദർ പറഞ്ഞായിരുന്നു. കേറി വന്ന ഹാളിന്റെ പല സൈഡിൽ ഫ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു, റെഡ് കളറുള്ള 2 മക്കളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സുരേഷ് എന്ന് പറഞ്ഞ ഒരാള് വീട്ടിൽ വരുന്നു. ഞങ്ങളുടെ ഒരു ദേവദാസന സുരേഷ് എന്ന് പറയണത്. അത് പ്രാർത്ഥിച്ചു. ഇന്നലെ കേട്ട ആലോചനയാണ്, ഏറ്റെടുത്തോണം കേട്ടോ. പക്ഷെ ഒരു സാക്ഷ്യവും കൂടെ ഉണ്ട്. ഇന്ന് എനിക്കൊരു ഷോപ്പുണ്ട്. എന്റെ ഷോപ്പിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആന്റി വന്നു. എനിക്ക് മുറിയിൽ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം 2 കാലിന്റെ മുന്നിൽ ഭയങ്കര വേദന, നീരും പെയ്യ നടന്ന് എന്റെ കടയിൽ വന്നത്. കടയിൽ വന്നു കഴിഞ്ഞതേ പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ പോലും പറ്റണില്ല, എനിക്ക് കരച്ചിൽ വന്നിട്ട് വീട്ടിലാണ് ഞാൻ ഇപ്പൊ കിടന്നോണ്ടേനെ, കരഞ്ഞോണ്ടേനെ. ഞാൻ പറഞ്ഞപ്പോ ആന്റിയോട് പറഞ്ഞു, ആന്റി ഒരു കാര്യം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആന്റി പറഞ്ഞു,
ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ കൊച്ചേ, പക്ഷെ ഇതുവരെ എന്റെ കാലിന് ഒരു മാറ്റവും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി ഞാനൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ ആന്റിയും കൂടെ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആന്റി പറഞ്ഞു, എന്റെ കാലിന്റെ മുട്ട് മുതൽ പാദം വരെ എന്തോ ഒരു സംഭവം എനിക്ക് ഒരു നല്ലൊരു തണുപ്പ് അനുഭവപ്പെടും പോലെ തോന്നി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആന്റി പോകാൻ വേണ്ടി എഴുന്നേറ്റ് കഴിയുമ്പോൾ ചെറുത് ഒരു സ്റ്റെപ്പ് പോലെ താഴേക്ക് ഇറങ്ങണം. അപ്പൊ ആന്റി ഇതൊന്നും അറിയാതെ പെട്ടെന്ന് സ്റ്റെപ്പിന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്റെ നേരെ നോക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുവാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ കാലിന്റെ മുട്ട് മടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അപ്പൊ തന്നെ എന്റെ വേദന കാലിന് മാറി. അപ്പൊ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നതിന്റെ ഇരട്ടി സ്പീഡിൽ നടന്നു. അപ്പൊ റോഡിന്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും കാലിന് ഒരു വേദനയില്ല. അപ്പൊ അവിടെ നിന്ന് റോഡിന്റെ സൈഡിൽ ചെന്ന് കൈ പൊക്കി പറഞ്ഞു, ദൈവമേ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞു ഒത്തിരി സന്തോഷത്തോടെ എന്റെ വേദന ദൈവം മാറ്റി. അതായത് സിസ്റ്റർ കടലോട്ട് വന്നപ്പോ വേദനയായിട്ട് ആള് വന്നത് അല്ലേ? അതെ, കാല് 2 മുട്ട് മടക്കാനുള്ള ഭയങ്കര നീരും. ഓ സ്വതന്ത്രം, ഇത് വലിയൊരു സാക്ഷിയാണ്. കാര്യം നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നവർ, നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്നവർ, ഇന്നലെ നമ്മൾ പറഞ്ഞ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനമാണ്. ഇപ്പോൾ സിസ്റ്ററുടെ ബിസിനസ്സിലേക്ക്, ജോലി സ്ഥലത്തേക്ക്, ആ ബിസിനസ് സ്ഥലത്തേക്ക് ആ കാല് മുട്ടിൽ നീരുള്ള നടക്കാൻ വയ്യാത്ത ആൾ വേദനിച്ചാണ് വന്നത്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നട ഇറങ്ങാൻ പറ്റാത്ത ആളായിരുന്നു. നട ഇറങ്ങി തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വേദനയില്ല. ആ നടന്ന് ക്രോസ് ചെയ്ത് വഴി പോയിട്ട് പറഞ്ഞു, എനിക്ക് ഒട്ടും വേദന. അപ്പോൾ നാളെ ചോദിക്കും, നിങ്ങളുടെ കടയിൽ വന്നാൽ ഇനി സൗഖ്യമാണെന്ന് നാട്ടുകാർ പറയാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ഷോപ്പിൽ വന്നാൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഗുണം എന്ന് പറയും, നമ്മുടെ ഷോപ്പുകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ആ സഹോദരി നാട്ടിൽ മൊത്തം പറഞ്ഞല്ലോ, ഇനി അവിടെ പോയാൽ സൗഖ്യമാണെന്ന്, യേശു സൗഖ്യമാക്കുമെന്ന് അവിടെ പറയാൻ തുടങ്ങും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇങ്ങനെ ഇതുപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഇന്നലെ എനിക്ക് കാലിന്റെ കണ്ണയ്ക്ക് കുറച്ച് ദിവസമായിട്ട് 2 ആഴ്ച വെച്ചായിട്ട് ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു. നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു പിടുത്തം വന്നു. പിന്നെ എനിക്ക് നടക്കാൻ പറ്റുമല്ലായിരുന്നേ, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് എന്റെ ഈ എളിന്ന് ഇങ്ങനെ ഈ ഞരമ്പ് ഇങ്ങനെ വന്നിട്ട് എനിക്ക് കാലിന്റെ പാദം വരെ എനിക്ക് ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവിടുന്ന് എനിക്ക് ഒരു ചൂട് വെക്കത്തില്ലായിരുന്നു. ഇന്നലെ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്രദർ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ വേദന തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ യേശുവിന്റെ തിരുമുറുവിനാൽ എനിക്ക് സൗഖ്യം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. എന്നിട്ട് ഇന്നലെ വൈകിട്ട് പ്രയറെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് കിടക്കത്തില്ല, നേരെയും കിടക്കത്തില്ല, ചെരിഞ്ഞും കിടക്കത്തില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ ആ എളിക്ക് തന്നെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തരണം, കർത്താവിന്റെ തിരുമുറുവിന് എനിക്ക് സൗഖ്യമുണ്ട് പ്രാർത്ഥിച്ച് ഞാൻ എന്നിട്ട് പറഞ്ഞ, കർത്താവ് എനിക്ക് നേരം വെളുക്കുമ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം തരണം. ഇത് ഞാൻ ഇന്നത്തെ രാവിലെ പിന്നെ പ്രയറിന് ഞാനത് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇപ്പൊ സിസ്റ്റർക്ക് വേദന ഇല്ല, ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റ് ഞാനത് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ സമയം വരെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ കസേര ഇരുന്നാണ് ഇത് കേട്ടോണ്ടൊക്കെ ഇരുന്ന്, എനിക്കൊന്നും ചെയ്യത്തില്ലായിരുന്നേ, ഒരു കുഴപ്പമില്ല കാലിന്. ആമേൻ. കർത്താവ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പിടിക്കാൻ പൊടാനും ഒന്നും വരാത്ത ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. രാവിലെ എനിക്ക് നല്ല സൗഖ്യത്തോടെ ഞാൻ എഴുന്നേറ്റ് ഈ സമയം വരെ ഒരു കുഴപ്പമില്ല. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്റെ വീടിന്റെ അടുത്ത് ഒരു ഷുഗർ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വന്ന് കിടപ്പിലാണെന്ന് പറഞ്ഞില്ലേ ബ്രദർ, വിരല് മുറിക്കപ്പെട്ട ബ്രദർ. ഞാൻ ഇന്ന് രാവിലെയും പോയായിരുന്നു. അപ്പൊ മകനെ ഞാൻ ഇതുപോലെ ഇവിടെ വീട്ടുനടയിൽ വെച്ച് കണ്ടപ്പോ ചോദിച്ചു, മോനെ എങ്ങനെ പപ്പയുടെ അസുഖം കുറവില്ല ആന്റി എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് മനസ്സിൽ ഒരു വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്നലെ ബ്രദർ പറഞ്ഞല്ലോ സൗഖ്യം ആവണതുവരെ പോയി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അങ്ങനെ ഇന്ന് രാവിലെയും പോയി പ്രാർത്ഥിച്ചിട്ട് ഇന്ന് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പൊ മിക്കവാറും ഇന്ന് അഡ്മിറ്റ് ആയി കാണും. അപ്പോഴ് ആ അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞ്, പിന്നെ ഇത് അണ്ണൻ സുഖമായി വന്ന ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയും എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും പ്രിയസ്റ്റ് പറഞ്ഞ പോലെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ ഇനിയും നമ്മൾ പറയാം, മടുത്തു പോകരുത്. നിരാശ കയറുമ്പോൾ പറയണം, ഇതാണ് ഫ്യൂച്ചർ. യേശുക്രിസ്തുവിൻ്റെ മുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു. അത് കാണുന്നത് വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് കാണുക. അവർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ സൗഖ്യമായാൽ സാക്ഷ്യം പറയുന്നവർ പറഞ്ഞ സൗഖ്യമായിരിക്കും. കാരണം യേശു മുറിവേറ്റത് സത്യമായതുകൊണ്ട് ആ സൗഖ്യം അവിടെ നടന്നിരിക്കും കേട്ടോ.
ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അനേകർക്ക് വേണ്ടി പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുക, സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സംശയമുണ്ട് ബ്രദറെ. എനിക്ക് ഒരു മിനിറ്റ്, എനിക്കൊരു ഒരുമിച്ച് മ്യൂട്ട് സംശയം. മാറ്റൽ. ആ പറഞ്ഞു. ബ്രദറെ, ഞാൻ കൊല്ലത്തുനിന്നാണ്. ആ പിന്നെ ബ്രദർ, ഞാൻ എന്റെ കാലിന് ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് തോമസ് ബാറിനെ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരേപോലെ മ്യൂട്ട് മാറ്റല് പറഞ്ഞോട്ടെ. ബ്രദറെ, എനിക്ക് കാലിന്റെ വേദനകളെല്ലാം ഭയങ്കര വേദനയായിരുന്നേ. ബ്രദറിന്റെ ഇപ്പൊ ഈ പ്രാർത്ഥന കേട്ടപ്പോഴേ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എനിക്കിപ്പോ അത് നല്ല സൗഖ്യമുണ്ട്, വേദന ഇല്ല ഇപ്പം. എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു? കുറെ നാൾ കൊണ്ട് ഉണ്ട് വേദന, പക്ഷെ ഇന്ന് എനിക്ക് ഒത്തിരി സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. അപ്പം ആ വേദന അപ്പം തന്നെ മാറി? മാറി ഇപ്പം ഓ വേദന സ്തോത്രം. ഇല്ല ആ ഭാഗത്ത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വേദന മാറി. അതെ. ആമേൻ. കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ, ഇപ്പൊ പറഞ്ഞല്ലോ ബ്രദർ, ഇപ്പൊ ഒരു ബിഷോപ്പർ തൂക്കിയിട്ടിരിക്കണം ഹോളില്ലെന്ന് പറഞ്ഞല്ലോ. അതാരുടെ വീടാ? വീടാണ്. ഞങ്ങളൊരു ചെറിയ വാടക വീട്ടിലാ താമസിക്കുന്ന, സൗകര്യക്കുറവായോണ്ട് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ബിഷോപ്പർ ഹോളിൽ തന്നെ. പിന്നെ എന്റെ മോൻ എപ്പോഴും ഹോളിൽ തന്നെ ഇരിക്കാറുള്ള, ഞങ്ങൾക്ക് സൗകര്യക്കുറവായാണ്. മോൻ എപ്പോഴും ഹോളിൽ ടേബിളിന്റെ അവിടെ ഇരിക്കുന്നില്ല. അവനെ ദൈവം തൊടുക കേട്ടോ. എത്ര പേരത് കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവിന് ഞാൻ എപ്പോഴും ഓർത്ത് കാര്യം, ഹോളിൽ ആരും ബിഗ് ഷോപ്പർ ഇടത്തില്ല. പക്ഷെ കർത്താവ് എന്നെ കാണിച്ചത് കയറി വരുന്ന ഹോളിൽ ബിഗ് ഷോപ്പർ തൂക്കിയിട്ടിരിക്കുകയും അതിലെപ്പോഴും ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്ന പറഞ്ഞു. അവനെ ദൈവം തൊടുക കേട്ടോ. അവന്റെ ഭാവിയെ കർത്താവ് വന്നിട്ടില്ല. അവനെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഇനി വിഷമിക്കേണ്ട സിസ്റ്റർ, കർത്താവ് അവനെ കണ്ടു കേട്ടോ. അതിന്റെ തെളിവാണ് ഈ പ്രവചനം. യേശുവിന്റെ നാമത്തിൽ ഇനി അവന്റെ ഭാവി വലിയ അത്ഭുതമായി തീരും കേട്ടോ. കർത്താവ് അവനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു, ദൈവം അവനെ തൊട്ടിരിക്കുന്നു. അവൻ വലിയൊരു സാക്ഷ്യമായി തീരും കേട്ടോ കർത്താവ്. അതുകൊണ്ട് പ്രവചനം കേൾക്കുമ്പോൾ ഓർത്തോണം, അത് ഭാവിയാണ്. അവന്റെ ഭാവിയെ യേശു ഏറ്റെടുത്തെന്നുള്ള തെളിവാണ് ആ പ്രവചനം. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെ പറഞ്ഞു? ഹലോ ബ്രദറെ. പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ ബ്രദറെ. ഇന്ന് ഡ്യൂട്ടിക്ക് പോയ എന്റെ മോളും മോനും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവരിന്ന് ഡ്യൂട്ടിക്ക് പോയ വഴി ഒരു സിഗ്നലിൽ കിടക്കുമായിരുന്നു. അപ്പൊ വണ്ടിയുടെ പുറകിലേക്ക് മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചു കയറി, ഡിക്കി എല്ലാം തകർന്ന് അത് ഇടിയുടെ ഇതില് വണ്ടിയുടെ ബാക്ക് വശം പൊങ്ങി പോയിട്ട് ഫ്രണ്ടിൽ ഇരുന്ന മോള് മുന്നോട്ട് ആഞ്ഞു പോയിട്ട് പുറകോട്ട് പിന്നെ അവള് വന്നുകൊണ്ട് മാത്രമാണ് മുഖം ഇടിക്കാതെ രക്ഷപ്പെട്ടത്. രണ്ടുപേർക്കും പരിക്കുകളൊന്നും ഇല്ലാതെ അവർ രക്ഷപ്പെട്ടു. ഓ സ്വതന്ത്രം. അത് വലിയൊരു സാക്ഷ്യ കാര്യം. വേറൊന്നുമല്ല കാര്യം, ഇന്നൊരു വിലാപത്തിന്റെ കുടുംബമാകേണ്ട സ്ഥാനത്ത് ഒന്ന് കേട്ടു നോക്കി. അനർത്ഥം വ്യസനമായി തീർത്തില്ല എന്ന് വചനം പറഞ്ഞ പോലെ അനർത്ഥം വ്യസനമായി തീരാതെ ദൈവം അവിടെ സൂക്ഷിച്ചു. ഇന്ന് അത്ഭുതം നടന്നു എന്ന് പറയാൻ തക്കൊണ്ട് ദൈവം. അല്ലെങ്കിൽ വലിയൊരു ദുഃഖഭവനമായി നമ്മൾ പത്രത്തിൽ വാർത്ത വായിക്കേണ്ടി വന്നേനെ. പക്ഷേ ആ വാർത്ത മാറ്റി അനർത്ഥം വ്യസനമാക്കാതെ ദൈവം സൂക്ഷിച്ചു. ദൈവം ആയുസ്സും ആരോഗ്യത്തോടെ ദൈവം കൊടുത്തതിന് നന്ദി. അനർത്ഥം വരാതെ ദൈവം പൊതിഞ്ഞത്. അത്രയും വലിയ അപകടം പറഞ്ഞു കേട്ടില്ലേ, ആള് ഫ്രണ്ടിൽ വന്നെങ്കിൽ തെറിച്ചു പോയെങ്കിൽ അത്രയും വലിയ അനർത്ഥത്തിൽ ദൈവം കേടുപാട് കൂടാതെ വിടുവിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു. എന്റെ പേര് പറഞ്ഞു. ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റല്ലേ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ കഴിഞ്ഞ നവംബർ തൊട്ടാണ് ഈ പ്രെയർ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. പറഞ്ഞു. പറഞ്ഞു. ഹലോ ബ്രദറെ, എന്റെ മോന്റെ നെറ്റിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഇതും പിന്നെ ബ്രദറിന്റെ വലുതുപോലെ വന്നിട്ട് അങ്ങ് പിന്നെ ഭയങ്കര വേദനയാണ്. ഞൊളല് പോലെ വന്നിട്ട് അതുകൂട്ട് തന്നെ നടുവിന് ഭയങ്കര വേദന. മോന് ആ ഞൊളല് അങ്ങോട്ട് ചൊറിച്ചിലാണ് ഭയങ്കര. സിസ്റ്ററെ, കൈ അവിടെ വെച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞോണം. കർത്താവിന്റെ തിരുമുറിവിനാൽ കുഞ്ഞിന്റെ മേൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇവന്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിന്റെ മുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞോണം. അത് അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും കേട്ടോ. ഇപ്പൊ തന്നെ സംഭവിക്കും. ഇപ്പൊ തന്നെ അതിനെ കൈവച്ച് പറഞ്ഞോണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ ഈ സമയത്ത് പറഞ്ഞേ. പറഞ്ഞു. പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞു. പറഞ്ഞു. ഈ രഞ്ജിനി എന്നുള്ള സിസ്റ്റർ പറഞ്ഞു. കുറെ നേരം പറഞ്ഞു. ഞാൻ രഞ്ജിനി കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം പഴയ ഒരു റെക്കോർഡ് എടുത്തപ്പോ അതിൽ എന്റെ പേര് രഞ്ജിനി എന്ന് പറഞ്ഞ കേട്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം രഞ്ജിനിയുടെ മകൾ എന്നും പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എന്റെ മോളോട് സംസാരിച്ചപ്പം മോൾക്ക് പണ്ട് ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു.
കുറെ കാലത്ത് അവള് പറയാത്തോണ്ട് ഞാൻ അവളോട് സംസാരിച്ചപ്പോ അവള് പറഞ്ഞു അവളൊരു 6 വർഷം മുമ്പ് പ്രാർത്ഥിച്ച് എന്തിനെപ്പോഴും ഞാൻ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞത് എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞപ്പോ അവള് ചോദിച്ചു ഞാൻ ഇനി ദൈവത്തിന്റെ അടുത്ത് എന്റെ ക്ഷമ ചോദിച്ചാ എനിക്കത് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ 2 ദിവസം മുമ്പ് ഞാൻ രാവിലെ 3 മണിക്ക് വെറുതെ ഏതോ ഒരു ബ്രദറിന്റെ ഒരു റെക്കോർഡിങ് എടുത്ത് കേട്ടപ്പോ അതില് കയ്യില് പെരുപ്പുള്ളവര് കൈ അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതില് കൈയില്ല, എനിക്ക് നല്ല പെരുപ്പുണ്ടായിരുന്നു. ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്ന് എന്റെ കഴുത്തിലൊരു ശബ്ദം കേട്ട് എന്റെ കയ്യിലുള്ള ആ പെരുപ്പ് അത്രയും അങ്ങ് പോയി. സൗഖ്യമായതല്ലേ? അതെ, തീർച്ചയായിട്ടും കർത്താവ് അത് തൊട്ടതിന് നന്ദി. പ്രിയവത്സ പറഞ്ഞ മോളോട് പറയണം, അത് നഷ്ടപ്പെട്ടിട്ടില്ല. അത് ദൈവസന്നിധിയിൽ പറയും, കർത്താവ് എനിക്ക് ഇനിയും അത് ഉപയോഗിക്കണമെന്നൊരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അത് വീണ്ടും കർത്താവ് അത് ഉപയോഗിക്കാൻ ഇടയാത്തീരും. കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയത് നന്ദി സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ, പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കസിൻ എൻ്റെ നാത്തൂന്റെ മോളുടെ വീട്ടിൽ ചെന്നു. അവൾക്ക് ഇത്തിരി അസുഖമായിരുന്നു. മേല് വേദനയും ഷോൾഡർ വേദനയും തൊണ്ടവേദനയും ഒക്കെ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. കുറച്ചൊക്കെ പറഞ്ഞു. അതിന്റെ കൂട്ടത്തില് എൻ്റെ അടുത്ത് പറഞ്ഞു മുള്ള് തൊണ്ടയില് എന്ന് വെച്ചാൽ ചോറ് ഇറങ്ങുന്ന ഭാഗത്തല്ല മുള്ളിരിക്കണം, വേറെ എവിടെയാണ് ആ മുള്ളിരിക്കണം എന്നിങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ ജോയിന്റ് വേദനയും മേലുവേദനയൊക്കെ മാറാനാ ഞാൻ ശ്രദ്ധ കൊടുത്തു. പക്ഷെ അവള് കൈവച്ചത് തൊണ്ടയിലായിരുന്നു. ആ മോള് കൈവച്ചത്. പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. പിറ്റേ ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മായി പ്രാർത്ഥിച്ചപ്പോ എൻ്റെ ചോറ് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങുന്നിടത്തല്ല ആ മുള്ളിരുന്നത്, വേറെ എവിടെയാണ്. അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. 2 ദിവസം അവള് ഉപ്പിട്ട് വെള്ളം കവളോളം എന്തൊക്കെയോ ചെയ്തു. പക്ഷെ പ്രയർ കഴിഞ്ഞപ്പോ അവൾക്ക് ആ മുള്ള അവിടെ ഇല്ല. പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിന് നന്ദി. ആമേൻ. സ്വതന്ത്രം. ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മകൾ അത്ര സ്ട്രഗിൾ ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തന്നെ അത് പുറത്തു വന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ബന്ധുക്കാരുടെ വീടായിക്കോട്ടെ, സുഹൃത്തുക്കളുടെ വീടായിക്കോട്ടെ, അവിടെ ചെന്ന് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവിടെ സഹതാപമായിട്ടിരിക്കരുത്, കൈവച്ചു പ്രാർത്ഥിച്ചോണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇതേപോലെയുള്ള പ്രവൃത്തികളെ നമുക്ക് കാണാൻ ഇടയായിത്തീരും. ഇനിയും പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞോ. എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്റർ. എൻ്റെ ഒരു ചേച്ചി 1 മാസമായിട്ട് കടുത്ത ശാരീരിക വേദനയിലായിരുന്നു. അപ്പൊ തന്നെ ടോയ്ലറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാ. ആരുടെയെങ്കിലും സഹായം വേണമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ കർത്താവ് ക്രൂശിൽ എൻ്റെ പാപത്തെയും ശാപത്തെയും ഒക്കെ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രഖ്യാപനം ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചേച്ചി രാത്രി മുഴുവൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കാരണം എണീറ്റ് നടക്കാനൊന്നും പറ്റുകയില്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വിളിക്കുമ്പോൾ പുള്ളിക്കാരത്തി തന്നെ പോയി കുളിച്ച് അങ്ങനെ സുഖമായിട്ട് പിന്നെ പതുക്കെ എണീറ്റ് നടന്നു തുടങ്ങി. ഒരു വലിയ സാക്ഷ്യമായിട്ട് യേശുവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. തീർച്ചയായിട്ടും. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീർണം. പറഞ്ഞ പോലെ ബുദ്ധിമുട്ടായിട്ട് ശരീരത്തിന് അസ്വസ്ഥതയായിട്ടിരുന്ന ആളാണ്. പക്ഷെ കർത്താവ് രോഗം വഹിച്ചുവെന്നും രോഗം നിന്റെ അവകാശമാണെന്നും പറഞ്ഞു പഠിപ്പിച്ചു. ആ വ്യക്തി എണീറ്റ് നടക്കുവാനും തന്നെത്താനെല്ലാം ചെയ്യുവാനും കർത്താവ് ശക്തി കൊടുത്തു. ഇതേപോലെ നിങ്ങൾ അനേകരോട് പറയുക. അനേകർ തകർന്ന വ്യക്തികളെ, രോഗികളെയൊക്കെയും നിങ്ങളിലൂടെ കർത്താവ് സൗഖ്യമാക്കാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച ബ്രദർ കഴിഞ്ഞ ശനിയാഴ്ച 7-ാം തീയതി ബ്രദർ ഒരു ആന്തരിക ആലോചന പറഞ്ഞു. എന്താന്ന് വെച്ചാൽ പത്രോസ് എന്ന പറയുന്ന ഭവനത്തെ ആ വ്യക്തിയെ കാണുന്നില്ല. വ്യക്തിയുടെ വീട് അവർക്ക് വാസ്തു സംബന്ധമായി പ്രശ്നം എന്ന് ബ്രദർ പറഞ്ഞു. അന്ന് എനിക്ക് ഈ സൂമിൽ കയറാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാൻ യൂട്യൂബിലാണ് കയറുന്നത്. അന്ന് കയറിയപ്പം അത് എൻ്റെതായിട്ട് ഞാൻ അത് ഏറ്റെടുക്കുന്നത്. 1 ഏക്കറോളം സ്ഥലമുണ്ട്. അത് ഹസ്ബൻഡിന്റെ അപ്പന്റെ പേരിൽ കിടക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് അത് ആധാരം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വ്യക്തിപരമായ പേരിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം, ഞാൻ കല്യാണം കഴിഞ്ഞ് 27 വർഷമായി വന്നിട്ട് ഇതുവരെ എനിക്ക് ആധാരവും
സ്വന്തം പേരിലാക്കാൻ സാധിച്ചിട്ടില്ല ബ്രദറെ. ഞങ്ങൾ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പറയും താലൂക്കിൽ ചെല്ലാൻ. അങ്ങനെ പറഞ്ഞു ഈ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു അടുത്തുള്ള വസ്തുവിന്റെ സർവേ നമ്പർ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് ബ്രദർ ഇത് ഇങ്ങനെ ബ്രദർ പറഞ്ഞ ശേഷമാണ് ഞാനിത് പഞ്ചായത്തിൽ പോവും അവരിങ്ങനെ പറയുകയും ചെയ്തത്. അപ്പൊ ഞാൻ ആമേൻ. അത് ഏറ്റെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ, ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം ഈ പ്രശ്നം, ഈ പ്രവചന ആലോചന പത്രോസിന്റെ വസ്തു വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എത്ര വർഷമായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു? ഈ ആധാരത്തിന്റെ വിഷയം കട്ടായി പോയി സിസ്റ്റർ, ഒരു മിനിറ്റ് മ്യൂട്ട് മാറ്റിക്ക്. ഹലോ, സിസ്റ്റർ കേൾക്കുന്നു? 27 വർഷമായി. 27 വർഷമായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പോഴത് ശരി. ആ ഭവനത്തിൽ എസ് എന്ന് പേരുള്ള ഒരാൾ താമസിക്കുന്നുണ്ട്. അതിന്റെ പേര് സോളീന. ഇതിനു മുമ്പ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ദൈവികാലോചന. പക്ഷെ സിസ്റ്റർ റോസ്ലി നാട്ടേക്ക് നിന്റെ അകത്ത് പേര് അതെ, പക്ഷെ ശരിക്കും പേര് ശരിക്കും ഞാൻ അതായത് പത്രോസിന്റെ ഭവനത്തില് പറഞ്ഞു. പത്രോസ് എന്ന് പറഞ്ഞ ഹസ്ബൻഡിന്റെ അപ്പനാണ്. അപ്പൊ പത്രോസ് എന്ന് പറഞ്ഞ ആളെ കാണുന്നില്ലെന്ന് പറഞ്ഞു. അത് മരിച്ചുപോയി. അപ്പൊ ബ്രദർ ഇങ്ങനെ ഈ 2 ആലോചനയും പറഞ്ഞു. പക്ഷെ ഈ വസ്തു സംബന്ധമായി പ്രശ്നമുണ്ട്, ഇങ്ങനെ പഞ്ചായത്തിൽ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രദർ ഇത് പറയുന്നത്. അന്നേരം ആ പഞ്ചായത്തിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്ന അടുത്തുള്ള വസ്തുവിന്റെ സർവേ നമ്പർ ആയിട്ട് വരുവാങ്ങി ഇത് പെട്ടെന്ന് ശരിയാക്കാൻ സാധിക്കും. അത് ഇതിനു മുമ്പ് ഒത്തിരി നടന്നിട്ട് ശരിയാവാത്ത വിഷയമാണ്. അത് വലിയൊരു അത്ഭുതം. എത്ര പേര് ആ പ്രവചനാലോചന കേട്ടായിരുന്നു? പഴയതാണ്, ഇച്ചിരി പഴയ ശനിയാഴ്ചത്തെ. ഓക്കെ, അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് കേൾക്കുന്നത് അല്ലേ സിസ്റ്ററെ? കഴിഞ്ഞ ശനിയാഴ്ച ഇത് കേൾക്കുന്നു, 7-ാം തീയതി. അപ്പോൾ 27 വർഷമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അതിനുശേഷം നിങ്ങളിത് കുറേ ഇതിൻ്റെ പുറകെ നടന്നു, ഇത് ശരിയാകുന്നില്ല. പക്ഷെ കർത്താവ് ആ വിഷയത്തെ, അതാണ് ഞാൻ പറഞ്ഞ പ്രവചനത്തിൻ്റെ പ്രത്യേകത കണ്ടോ, ഫ്യൂച്ചറിൽ എന്ത് സംഭവം. ഇതാണ് നമ്മളെ രണ്ടാമത്തെ പ്രവചനം. അതായത് വചനം എന്ന പ്രവചനവും പരിശുദ്ധാത്മാവിലുള്ള കൃപാവരത്തിലുള്ള പ്രവചനം നമ്മൾ വ്യത്യാസം കണ്ടോ. അതായത് വചനം എന്ന പ്രവചനം നമ്മൾ ജീവിതത്തെ ബിൽഡ് ചെയ്യുമ്പോൾ, പ്രവചനം എന്ന വരം നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റുന്നു. ഇപ്പം പറഞ്ഞ് 27 വർഷമായിട്ട് ദൈവാത്മാ വെളിപ്പെട്ടു, പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നില്ല. എൻ്റെ അടുത്ത് ആ വ്യക്തി മരിച്ചു പോയതാണ്, ആ വ്യക്തിയെ കാണുന്നില്ല. പക്ഷെ ആ വ്യക്തിയുടെ ഭവനത്തിൽ വസ്തു സംബന്ധമായ വിഷയമായിട്ട് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. എസ് എന്ന പേരുള്ള, അതായത് സിസ്റ്റർ പറഞ്ഞ സിസ്റ്ററുടെ പേരതാണ്, എസ് എന്ന പേരുള്ള ഒരു വ്യക്തി, അതിൻ്റെ അകത്ത് താമസിക്കുന്ന എസ് എന്ന പേരുള്ള അല്ലേ വ്യക്തിയെ കർത്താവ് തൊടുന്നു. ഇന്ന് അവർ പറഞ്ഞ 27 വർഷമായിട്ട് നടക്കാത്ത ആധാര വിഷയമായിരുന്നു. അത് അത്ഭുതമായത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ, കേൾക്കുന്ന പ്രവചനങ്ങളൊക്കെയും ഇത് ചെറിയ കാര്യമല്ല. കാര്യം കൂടി ഉണ്ട് ബ്രദറെ. ആ സ്ഥലം ശരിയാക്കിയെടുത്താൽ അത് വേറെ അതിന് തൊട്ടടുത്തുള്ള സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് വേറെ ആൾക്കാര്. അപ്പൊ ആ സ്ഥലം നല്ല വിലക്ക് നമുക്ക് പോവുകയും ചെയ്യും. ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. അപ്പൊ സാമ്പത്തിക അനുഗ്രഹം കൂടെ നമുക്ക് ലഭിക്കും അതിന്റെ കൂടെ. അത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല പൈസ കിട്ടും. അതെ, ഇതുവരെ നമുക്കത് പിശാച് നമ്മുടെ സ്ഥലത്തെ ബന്ധിച്ചിട്ടു. ബ്രദർ പറഞ്ഞതും ഇത് നമ്മൾ യോജിക്കുമ്പോ അതിലൂടെ നമുക്ക് നല്ല നന്മ ഉണ്ടാവുന്നൊക്കെ ബ്രദർ പറഞ്ഞു. അത് കേട്ടാലേ മനസ്സിലാവുള്ളൂ ശരിക്കും. അന്ന് എനിക്കത് പറയാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാൻ ഇത് കേൾക്കുന്നതും പിറ്റേ ദിവസം ഞാൻ ആരെങ്കിലും ഏറ്റെടുത്തോന്ന് ഓർത്ത് ആരും ഏറ്റെടുത്തില്ല, അത് പറഞ്ഞില്ല. അന്ന് തന്നെയാണ് ആ മുരിങ്ങ നിൽക്കുന്ന കാര്യമൊക്കെ ബ്രദർ പറഞ്ഞു ദൈവികാലോചനയായിട്ട്. പക്ഷെ ഈ കാര്യം ആരും ഏറ്റെടുത്തില്ല. അപ്പൊ അത് കാരണം ഞാൻ ഇന്നലെയും പറയണമെന്ന് ഓർത്തു, പറയാൻ പറ്റില്ല. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് 2 പ്രാവശ്യം ഇത് കേട്ടു ബ്രദറെ. അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു എന്നോട് തന്നെ അത് പറഞ്ഞെന്ന്. അതാ ഞാൻ ഇത് വലിയൊരു നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടതുണ്ട്. കാര്യം ഇസ് പറഞ്ഞ് ശ്രദ്ധിച്ചോണം. അത് ആ കൂട്ടത്തിൽ പറഞ്ഞ വാക്കാണ് വലിയൊരു സാമ്പത്തിക അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ ഇസ് പറഞ്ഞ പോലെ തന്നെ ആ സ്ഥലം വിറ്റു. അപ്പോൾ ഇത്ര 27 വർഷമായിട്ട് അത് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അത് വിൽക്കാനും പറ്റുന്നില്ല, അവർക്ക് നന്മയില്ല. മുഴുവൻ ആ ബ്ലോക്ക് മാറുന്നതോടെ ആ ഫിനാൻഷ്യൽ മേഖലയിലും കൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ നിലച്ചു നോക്കി 2 അനുഗ്രഹം. ഒന്ന്, ആ കുരുക്ക് ദൈവം അഴിക്കുകയും 2 അവരുടെ ഞെരുക്കങ്ങളെ, സാമ്പത്തിക ഞെരുക്കങ്ങളെ അതിലൂടെ എന്ത് ചെയ്യുകയാണ്, മാറ്റുകയാണ്. അപ്പോൾ ഇതാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷ. അപ്പോൾ പ്രവചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തുച്ഛീകരിക്കരുത്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഞാനൊരു പ്രവചനം പറഞ്ഞാൽ എപ്പോഴും പറയും, നമ്മൾ യൂട്യൂബിലും നമ്മൾ ലൈവ് വന്നപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ കോട്ടയത്ത് നടന്ന മീറ്റിങ്ങിൽ ഇതേപോലെ തന്നെ നമ്മളെല്ലാം ലൈവ് ആയതുകൊണ്ട് ഒരേ സമയം നമ്മൾ നടക്കുന്നവരുടെ ഇടയിലുമുണ്ട്. ഇതിപ്പോൾ പറഞ്ഞ സിസ്റ്റർ യൂട്യൂബിലാണത് പിന്നീട് കേട്ടത്. അപ്പം ഇത് 2 കാറ്റഗറി നമ്മുടെ അതിൻ്റെ അകത്തുണ്ട്. ഇത് ലൈവിൽ കേൾക്കുന്നവരുമുണ്ട്, സൂമിൽ പങ്കെടുക്കുന്നവരുമുണ്ട്. നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത് എല്ലാ പ്രവചന ആലോചന, ഇപ്പം എനിക്ക് നിങ്ങളെ മുൻപരിചയങ്ങളില്ല. പലപ്പോഴും നമ്മളിങ്ങനെ ഓരോ ദിവസവും ആൾക്കാർ ഇങ്ങനെ പുതുതായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പരിചയങ്ങളില്ല. അപ്പോൾ നിങ്ങളെ കർത്താവ് തൊടുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ കേൾക്കുമ്പോൾ ആലോചന ആണെങ്കിൽ അത് ആമേൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് പറഞ്ഞാൽ തന്നെ 27 വർഷമായിട്ട് ചലിക്കാത്തത് ചലിച്ചു.
ഒരു സാക്ഷ്യമായി തീരാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഒന്ന് രണ്ട് പേരും കൂടെ സാക്ഷ്യം പറഞ്ഞ് നമുക്ക് പയ്യെ ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ബ്രദറെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഞാൻ കണ്ണൂരിൽ നിന്നാണ് സുശീല. പിന്നെ ബ്രദർ 8-ാം തീയതി രാവിലെയാണ് ഞാൻ കേട്ടത് യൂട്യൂബില്. ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു സഹോദരി ഇത് ഇരുന്ന് കേൾക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. റോബിന്റെ അമ്മയാണ് പിന്നെ കേൾക്കുന്നത്. അപ്പൊ റോബിന്റെ അമ്മയ്ക്ക് ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് ഒരു ആൺമകനുണ്ട്. ആ സഹോദരനിലൂടെ പിന്നെ ഒരു നന്മയ്ക്ക് വഴി തുറക്കുന്നുണ്ട് എന്നും, പിന്നെ ഇത്ര നാള് നിങ്ങള് സഹിച്ച എല്ലാ ഇത് കർത്താവ് നീക്കി കളയുന്നുണ്ടെന്നും പറഞ്ഞു. പിന്നെ തടസ്സങ്ങള് നീക്കി കളയുന്നുണ്ടെന്നും പറഞ്ഞു. ആ റോബിന്റെ അമ്മ ഞാനാണ്. എനിക്കൊരു സഹോദരനുണ്ട്, 2 സഹോദരന്മാരുണ്ട്. പക്ഷെ ഒരു സഹോദരനാണ്, ഒരു മകനുള്ളത്. അത് ഞാനാണെന്ന് സിസ്റ്റർ യൂട്യൂബിലാണോ കേട്ടത്? യൂട്യൂബിലാണ് 8-ാം തീയതി രാവിലെ കേട്ടത്. ഈ നെറ്റ് പ്രോബ്ലം കൊണ്ട് എനിക്ക് ഇത് പറ്റില്ല. സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. കർത്താവ് വന്നത് വലിയ സാക്ഷ്യമാണ്. ഞാൻ പറയാം, ഓരോ പ്രവചനം ഞാൻ പറയുന്നത് ഭാവിയാണ്. ദൈവം സംസാരിക്കുന്നത്, നടക്കുന്ന കാര്യം നമ്മൾ വെളിപ്പെടുത്തുന്നത്, നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് വെളിപ്പെടുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ അതിൻ്റെ ബാക്കി എന്താണോ കേൾക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. അത് ഏറ്റെടുത്തോണം. ഇന്ന് കേട്ടതുപോലെ സഹോദര സാക്ഷ്യം കേട്ടല്ലോ, ആ സ്ഥലവിഷയത്തിൻ്റെ കേട്ടല്ലോ, അതേപോലെ നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത്ഭുതമാക്കി തീർക്കും. ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഒരാഴ്ച മുന്നേ പെട്ടെന്ന് ക്ഷീണം തോന്നിയപ്പോൾ ഈ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ലാബിൽ പോയായിരുന്നു. ലാബിൽ പോയപ്പോഴേ ആദ്യമേ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ 11.6, അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ 10.6, പിന്നെ നോക്കുമ്പോൾ 9.6. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വ്യത്യാസം വന്നപ്പോൾ ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞ് എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്ന് പറഞ്ഞ് ലാബിൽ പോയി. ഒരു ടെസ്റ്റ് ഇവിടെ നടത്തി കഴിഞ്ഞപ്പം ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. യേശുവിന്റെ തിരുമുറിവ് ഈ ബ്ലഡിനകത്ത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിന്റെ അളവ് 11.6 തീർച്ചയായിട്ടും വലിയൊരു സാക്ഷ്യമാണ്. ബ്രദർ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും മിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പലവട്ടം ചെക്ക് ചെയ്തപ്പോൾ അത്രയും വിഷയം വന്നു. പക്ഷേ ഈശ്വരൻ ആ സമയത്താണ് പ്രാർത്ഥനയുടെ കാര്യം പെട്ടെന്ന് സിസ്റ്റർ ഉള്ളിൽ വന്നത്. അപ്പം തന്നെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും പറഞ്ഞതുപോലെ തന്നെ റിസൾട്ട് അത്ഭുതമായി തീരാനായി തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രോഗത്തിൻ്റെ മേൽ ജയം, സൗഖ്യം നമ്മുടെ അവകാശമാണ്. അത്ഭുതം നമ്മുടെ അവകാശമാണ്. അത് നിങ്ങൾ പറഞ്ഞ് അനുഭവിക്കുക. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദർ, 2 ദിവസത്തേക്ക് മുമ്പേ എനിക്ക് രാത്രി 11 മണിയായപ്പോ ഒരു ഭയങ്കര വയറ്റിലൊരു വേദന, നടുവിന് വേദന, എനിക്ക് മരണവെപ്രാളം പോലുള്ള അസ്വസ്ഥതകളൊക്കെ. അപ്പം സഹിക്കാൻ നിവർത്തിയില്ല. എഴുന്നേക്കാൻ വയ്യ, ഒന്നും വയ്യാത്ത അവസ്ഥ. അപ്പൊ ഞാൻ കർത്താവിനെ വിളിച്ച് യേശുവിന്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് 1 മണിക്കൂർ ഞാൻ ആ വേദന അനുഭവിച്ചു. അപ്പൊ ഹോസ്പിറ്റലിൽ പോകാൻ നിവർത്തിയില്ലെന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, ഇല്ലാത്തതിനെ വിളിച്ചു തമ്പുരാൻ, എന്റെ ഈ വേദന മാറ്റി തരാൻ കഴിവുണ്ടല്ലോ കർത്താവെ, എനിക്ക് സഹിക്കാൻ വയ്യ ഞാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വേദന പൂർണ്ണമായി മാറി കിട്ടി. പിന്നെ ഇതുവരെ ആ വേദന ഉണ്ടായില്ല. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ, റിയാൻഡി പറഞ്ഞ പോലെ തന്നെ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവം സൗഖ്യത്തിൻ്റെ ദൈവമാണ്. അവൻ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. അത് വിട്ടുകൊടുക്കാതെ പറഞ്ഞ് തന്നെ അനുഭവിച്ചു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റൊരാളും കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറ, നമുക്ക് നാളെ ബാക്കി പറഞ്ഞു. ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദറെ, കഴിഞ്ഞ ദിവസം എന്റെ ഹസ്ബൻഡിന്റെ വായിക്കകത്ത് എന്തോ കൊണ്ടതുപോലെ തോന്നി. അത് കുറച്ചു ദിവസം ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാഞ്ഞോണ്ട് ഞാൻ എന്നിട്ട് ഭയങ്കര വേദന, ഒന്നും കഴിക്കാൻ മേല, കഴിക്കുമ്പോ ഒക്കെ അങ്ങ് കൊണ്ടു കയറുന്ന പോലെ വേദനയാണ്. ഹോസ്പിറ്റലിൽ പോണോന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഞാനത് എന്റെ ചെള്ളയ്ക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ യേശുപ്പച്ചന്റെ തിരുമുറിവിനാൽ എന്റെ ഹസ്ബൻഡിന് സൗഖ്യം കൊടുക്കണമെന്ന്. അത് പൂർണ്ണ സൗഖ്യം കൊടുത്തു ബ്രദറെ.
ആമേൻ. തീർച്ചയായിട്ടും പ്രിയ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വേദനയുടെ മേൽ, രോഗത്തിൻ്റെ മേൽ കർത്താവ് സൗഖ്യം കൊടുത്തു. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. ഇനിയും പ്രാർത്ഥിക്കുക. വീട്ടുകൾക്ക് വേണ്ടി മാത്രമല്ല, പുറത്തിറങ്ങി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുത സൗഖ്യങ്ങളെ കാണാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാൻ എന്റെ ഈ കഴുത്തിന്റെ നടുവിൽ ചെവിന്റെ അവിടുന്ന് ഒരു ഞരമ്പ് തോളി കഴുത്തിലേക്ക് ഇറങ്ങി വരുന്ന ഞരമ്പ് എനിക്ക് ഭയങ്കര വേദന, അതിന് പൊട്ടിപ്പോണ പോലെ വേദന വരുമായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ കൈ അവിടെ വെച്ചിട്ട് ആ ഞരമ്പിന് നമ്മൾ കൈ വെച്ചിട്ടുണ്ട്, പ്രസിഡന്റ് തിരുമുറിഞ്ഞാൽ എനിക്ക് സൗഖ്യം വന്നെന്ന് പറഞ്ഞത് കുറെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതങ്ങ് മാറിപ്പോയി ഫാസ്റ്റ്. ഞങ്ങൾക്ക് കുറെ സമയം അത് പറയാൻ നോക്കുന്നപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എത്ര നാളുള്ള വേദനയാണ് സിസ്റ്ററെ? എനിക്ക് ഇപ്പൊ കുറച്ച് സമയമായിട്ട് ഇറങ്ങിയതായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഉണ്ട് കഴുത്തിന് വേദന, എനിക്കുണ്ട് തേയ്മാനത്തിന്റെ വേദനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇതിപ്പോ തേയ്മാനത്തിന്റെ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല സിസ്റ്റർക്ക് വേദന. ഇല്ല, ഇപ്പൊ ആ കഴുത്തേന്നുള്ള ഞരമ്പിന്റെ വേദന പോയി. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് ഈ സോമീറ്റിക്ക് തീരുന്നതിന് മുമ്പ് എനിക്ക് സാക്ഷ്യം പറയണം കർത്താവ്, എനിക്ക് ഇപ്പൊ തന്നെ മാറ്റി തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ കഴുത്തെ ഞരമ്പിന്റെ വേദന അങ്ങ് മാറി. ആമേൻ. കർത്താവ് തൊട്ടതിന് നന്ദി. പ്രിയ സിസ്റ്റർ പറഞ്ഞത് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ദൈവത്തോട് പറഞ്ഞു. കർത്താവ് അവിടെ സാക്ഷ്യം ചെയ്തു. ആ ഞരമ്പിലേക്കുള്ള വേദന ഉണ്ടായിരുന്നു. ആമേൻ. കർത്താവ് ആ സാക്ഷ്യം കൊടുത്ത് തേയ്മാന നിമിത്തം ഉണ്ടായ വേദനയായിരുന്നു. പക്ഷേ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ ഞരമ്പിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. ആ വേദന പൂർണ്ണമായും കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. ഇനി ധൈര്യത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ അത്ഭുതം കാണാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റൊരാളും കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറ. ബാക്കി നമുക്ക് നാളെ സാക്ഷ്യം കേൾക്കാം. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറ. പറഞ്ഞു. ആന്റിക്ക് ഞാനേ ആ ലിങ്ക് ഇട്ട് കൊടുത്തായിരുന്നു കേൾക്കാൻ പറഞ്ഞ, ഇങ്ങനെ ഇട്ട് കൊടുത്ത് കേട്ട് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറയാം, നീ ഇട്ടത് 100 താങ്ക്സ്. ഇവിടെ ഞാൻ ചർച്ചില് ഓട്ടോറിക്ഷ വിളിച്ചാ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ഇത് വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോ ഞാൻ നടന്ന പോകുന്നേ. നല്ല പ്രായമുള്ള ഒരു ആന്റിയാ. നടക്കാൻ പറ്റില്ല, സാക്ഷ്യം പറയണോന്ന് എനിക്ക് അറിയില്ല പറയാൻ. സാക്ഷ്യം പറയണോന്ന് പറഞ്ഞു. നടക്കാൻ പറ്റില്ലാത്തതായിരുന്നു അതോ? കാല് രണ്ടും ഇച്ചിരി വളഞ്ഞിരിക്കണം. അപ്പൊ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് നടക്കാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞു. ആമേൻ. സ്വതന്ത്ര പറഞ്ഞ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ലിങ്ക് ഇട്ട് കൊടുത്തു. അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഓട്ടോ പിടിച്ച് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ വചനം കേട്ട് ബലപ്പെട്ട് ഇപ്പം നടന്നു പോകാൻ തക്കണം കർത്താവ് കാലുകൾക്ക് ബലം കൊടുത്തു. ഗോഡ് ബ്ലസ് യു. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പിന്നെയും പരിക്കറിയാം. ഇനിയും സാക്ഷ്യങ്ങൾ ഒട്ടം എനിക്കറിയാം. അത്ഭുതകരമായ പ്രവചന ആലോചനകളായിക്കോട്ടെ, രോഗസൗഖ്യങ്ങളായിക്കോട്ടെ, നമ്മൾ ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയെ ആചരിക്കുമ്പോൾ നിങ്ങൾ വളരുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മളിനി ഭാവിയെ നിർമ്മിക്കാൻ വേണ്ടി പോകണം. വചനം പറഞ്ഞ് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് അത് കൂട്ടുക. അരമണിക്കൂറാക്കുക, 1 മണിക്കൂറാക്കുക, 2 മണിക്കൂറാക്കുക, എത്ര കൂട്ടാവോ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങളൊരു സമയം ഫിക്സ് ചെയ്യണം. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ എല്ലാം ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന സമയം അത് മതിയല്ലോ നമുക്ക് വിശ്വാസ പ്രഖ്യാപനം പറയാൻ വേണ്ടി. എന്തോരം സമയം നമ്മൾ ബോണി കളയുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്രയോ മണിക്കൂറുകൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം? കർത്താവിൻ്റെ ഭാവിയെ ക്രിസ്തുവിൽ പണിതെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഈ സമയത്ത് എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. ലൈവിൽ പ്രാർത്ഥന അവസാനിച്ചിരിക്കുന്നു. നമുക്ക് നാളെ ഒരുമിച്ച് കൂടാം. എനിക്കറിയാം യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒട്ടുമുക്കാലും സാക്ഷി ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കേട്ടവരാണ്. ഇത് നടന്നവരും ഉണ്ട്, 2 കൂട്ടരും ഉണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന സഹോദരങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ വോയിസ് റെക്കോർഡായി എനിക്ക് കുറച്ച് സാക്ഷ്യം കേൾപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ടൈം അതൊന്ന് എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് കേൾപ്പിക്കാൻ പറ്റാത്തത്. ഞാനും കുറച്ച് തിരക്കിലായപ്പോൾ ഈ ദിവസങ്ങളിലെങ്കിലും കർത്താവ് നമ്മളെ സഹായിക്കണം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അയക്കുക. അവരിതും കളക്ട് ചെയ്ത് എനിക്കത് അയച്ചു തരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്ഭുതങ്ങൾക്ക് നന്ദി. ദൈവപ്രവർത്തിക്ക് നന്ദി. വളരുക. ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ വിടിവിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. മൈക്കെല്ലാം മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ തയ്യാറായിക്കട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം.